ഒരു വിഷയം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവചനത്തിലെ ചില വസ്ത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. തിരുവചനത്തിലെ ചില വസ്ത്രങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 2 വിഷയം ചിന്തിക്കുവാൻ പരിശുദ്ധ കർത്താവ് നമ്മളെ ഇടയാക്കി, അല്ലെ? കഴിഞ്ഞ ആഴ്ച 2 വിഷയം നമ്മൾ ചിന്തിച്ചു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വീണ്ടും സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടായിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ വേഗത്തിൽ നമ്മുടെ ചിന്ത അതിന്റെ കണ്ടിന്യൂ ആയിട്ട് ശുശ്രൂഷിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആവർത്തനം 29:4 കുർവാക്യം വായിച്ചത്. ആവർത്തനം 29:4. നമുക്കറിയാം, നീണ്ട 40 വർഷം ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തി. നീണ്ട 40 വർഷം ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തി. അവരുടെ വസ്ത്രം ജീർണിച്ചു പോയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. സ്തോത്രം. 40 വർഷവും അവരുടെ വസ്ത്രം മുഷിഞ്ഞില്ല, അവരുടെ വസ്ത്രം കീറിപ്പോയില്ല, അവരുടെ വസ്ത്രത്തിന് ഒരു കേട് പാടും പറ്റിയില്ല. അവർ ധരിച്ച ചെരുപ്പുണ്ടല്ലോ, കാലിൽ അണിഞ്ഞ ചെരുപ്പ്, ആ ചെരുപ്പ് പോലും തേഞ്ഞു പോയില്ല. സ്തോത്രം. അതാണ് നമ്മൾ എടുത്ത വാക്യം. അതിൽ നിന്നാണ് നമ്മൾ വസ്ത്രം എന്ന ടോപ്പിക്കാണ് നമ്മൾ എടുത്തത്. വസ്ത്രം എന്ന ടോപ്പിക്. അതിൽ 2 കാര്യം കഴിഞ്ഞ ബുധനാഴ്ച ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഇടയാക്കി. ഒന്നാമത്തെ വസ്ത്രം തോൾ വസ്ത്രമായിരുന്നു. തോൽ വസ്ത്രം അത് വീണ്ടെടുപ്പിനെ കാണിക്കുന്ന വസ്ത്രമായിരുന്നു. ഏദൻ പൂങ്കാവനത്തിൽ മനുഷ്യൻ പാപത്താൽ പുറത്താക്കപ്പെട്ടപ്പോൾ ആ മനുഷ്യനെ വീണ്ടെടുക്കാൻ ക്രിസ്തുവെന്ന വീണ്ടെടുപ്പിന്റെ വസ്ത്രം ഈ ഭൂമിയിൽ വെളിപ്പെടുകയും കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമായി തീർന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ച് അടക്കം ചെയ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവെന്ന വീണ്ടെടുപ്പിന്റെ വസ്ത്രത്തിന്റെ പ്രതീകമായി, നിഴലായി ആ തോൽ വസ്ത്രം അവിടെ കാണുകയാണ്. രണ്ടാമതായി നമ്മൾ ചിന്തിച്ചത് സന്തോഷത്തിന്റെ വസ്ത്രമാണ്. വിലാപത്തിന്റെ, ബലഹീനതയുടെ, രോഗത്തിന്റെ, മരണത്തിന്റെ വസ്ത്രങ്ങളെ അഴിച്ച് സന്തോഷത്തിന്റെ വസ്ത്രം നമ്മളെ ഉടുപ്പിക്കുന്ന നമ്മുടെ നല്ല കർത്താവ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1-2 വസ്ത്രങ്ങൾ കൂടി ശുശ്രൂഷിച്ചിട്ട് ദൈവാത്മാവ് എന്നെ നിയോഗിക്കുന്ന മറ്റൊരു വിഷയമുണ്ട്, മറ്റൊരു ചില ശുശ്രൂഷകളുണ്ട്. ഞാൻ ഇന്ന് പകൽ അതെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഇത് പ്രസംഗിക്കാമെന്ന് പറഞ്ഞത് കൊണ്ട് സ്തോത്രം, പറഞ്ഞിട്ട് വാക്ക് മാറുന്നത് ശരിയല്ലെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നോട് ഇത് കണ്ടിന്യൂ ചെയ്ത് വേഗത്തിൽ തീർത്ത് അടുത്ത ബുധൻ പരിശുദ്ധാത്മാവിനെ നിയോഗിക്കുന്ന ഒരു വിഷയം എന്റെ മനസ്സിൽ കിടന്നിരിക്കുക. അതിലേക്ക് പോകാൻ ക്രിസ്തു വളരെ പ്രാർത്ഥനയോടെ ദൈവമക്കളായിരിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. മൂന്നാമതൊരു വസ്ത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ, എല്ലാം കൂടെ പ്രസംഗിക്കാൻ നേരം കാണത്തില്ല, ക്ഷമിക്കുക എല്ലാവരും. എല്ലാ വസ്ത്രവും കൂടെ എടുക്കാൻ നേരം കാണത്തില്ല, എങ്കിലും വേഗത്തിൽ ഞാൻ എടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യം വായിച്ചാട്ടെ. ലൂക്കോസ് 15:22. ലൂക്കോസ് 15:22. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് മതി, ഇവനെ ധരിപ്പിക്കും. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ച വചനം ഹൃദയത്തിലേക്കൊന്ന് ധ്യാനിച്ചാട്ടെ. ഉടനെ അപ്പൻ ദാസന്മാരെ വിളിച്ചു മേൽത്തരമായ അങ്കി ഇവനെ ധരിപ്പിക്കും.
നിങ്ങൾ ആത്മാവിലൊന്ന് കണ്ടേ. മേൽത്തരമായൊരു അങ്കി ഇവനെ ധരിപ്പിക്കും. ഹല്ലേലൂയ. നമുക്കൊന്ന് സമർപ്പിക്കാം. ദൈവവചനത്തിന്റെ മുൻപിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശുദ്ധാത്മാവിന്റെ പകൽ നമ്മളോട് വ്യക്തമായി സംസാരിക്കും. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല വിലപ്പെട്ട നല്ല രാത്രി, നല്ല പകലിനായി വായിച്ച വചനത്തെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ തരുന്നു. പരിശുദ്ധാത്മാവ് അത് ഏറ്റെടുക്കണമേ. ഇന്ന് പകൽ ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. വചനത്തിലൂടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കും. തിരുവചനം കേട്ട് നല്ല വിത്ത് വിതച്ച് 100, 60, 30, 60, 100 ഇനി കൊയ്യത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. മഹത്വം യേശുവിന്റെ നാമത്തിൽ തന്നെ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ വസ്ത്രം കൊണ്ടുവന്ന്, നമുക്കറിയാവുന്ന ഒരു സുപരിചിതമാകുന്ന വചനഭാഗം. കർത്താവായ യേശു ക്രിസ്തു 15-ാം അധ്യായത്തിൽ 3 ഉപമകളാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ? 3 ഉപമകൾ. ഒന്ന്, ഒരു മനുഷ്യന് 100 ആടുണ്ടായിരുന്നു. ആ 100 ആടിൽ ഒരെണ്ണം കാണാതെ പോയി. 99 എണ്ണത്തെയും മരുഭൂമി വിട്ടിട്ട് കാണാതെ പോയ ആടിനെ തേടിയിറങ്ങിയ ഇടയൻ. രണ്ടാമത് പറയുന്നു, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നു. ആ 10 ദ്രഹ്മയിൽ ഒരെണ്ണം അവള് കാണാതെ പോയി, അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അവൾ വിളക്ക് കത്തിച്ചു, അവൾ അടിച്ചു വാരി, അവൾ ആ ദ്രഹ്മ കണ്ടെത്തി. അയൽവക്കത്തക്കാരെ എല്ലാരും വിളിച്ച് അവൾ സന്തോഷിക്കുവാനിടയായി തീർന്നു. മൂന്നാമത്തെ ഉപമയാണ് നമ്മൾ വായിച്ച ഭാഗം. ഈ മൂന്നാമത്തെ ഭാഗം വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം, അല്ലേ? ഒരുപാട് നിങ്ങൾ വായിച്ചിട്ടുണ്ട്, മെസ്സേജസ് കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഒരപ്പന് 2 മക്കളുണ്ടായി. മൂത്തവൻ ഭവനത്തിലെ അല്ലെങ്കിൽ അപ്പൻ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തു പോകുന്ന ഒരു മകൻ. ഇളയ മകനെ സംബന്ധിച്ച് അവന് വേണ്ടുന്ന സ്വത്തിലായിരുന്നു അവന്റെ നോട്ടം. അവന് വേണ്ടുന്ന സ്വത്തിൽ. ഒരിക്കൽ അവൻ അപ്പനോട് പറഞ്ഞു, എന്റെ വീതം എനിക്ക് തരണം, എന്റെ സ്വത്ത് എനിക്ക് തരണം. അങ്ങനെ അപ്പൻ അവന് വേണ്ടുന്ന സ്വത്ത് എന്ത് ചെയ്തു? കൊടുത്തു. നമുക്കറിയാം ഭാഗം. ആ പാരഗ്രാഫ് 11-ാം വാക്യം മുതൽ ആ പാരഗ്രാഫിലുണ്ട്. എന്ത് ചെയ്തു? ഞാൻ വായിപ്പിക്കാത്തത് സമയമില്ലാത്തതുകൊണ്ട്. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്തു? അപ്പൻ അവന് വേണ്ടുന്ന സ്വത്ത്, സമ്പാദ്യം അവന് കൊടുക്കുവാനിടയായി തീർന്നു. ഇതുമായി അവന്റെ സ്വന്തം ഭവനം വിട്ട് അവൻ എന്ത് ചെയ്തു? ഇറങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്വന്തം ഭവനം വിട്ട് അവൻ ഇറങ്ങുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഈ ഒരുപാട് കൈ വന്നാലും പ്രശ്നമാണ്. ഒരുപാട് കയ്യിൽ വന്നാലും പ്രശ്നം, അല്ലേ? ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്നാ? കയ്യിലില്ലാത്ത പ്രശ്നം. ഇപ്പൊ നമ്മുടെ പ്രശ്നം എന്നാ?
കയ്യിലില്ലാത്ത പ്രശ്നം. ദൈവം ചിലപ്പോൾ എന്തായിരിക്കും ഭയപ്പെടുന്നത്? കുറെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ കാണുവോ എന്നൊരു ഭയം ദൈവത്തിനുണ്ടോ? സ്തോത്രം. ഞാൻ എന്റെ ഭാവനയാണ്, ദൂതൊന്നുമല്ല, വെളിപ്പാടൊന്നുമല്ല, അങ്ങനൊന്നും ചിന്തിക്കല്ല, എന്റെ ഭാവന. സ്തോത്രം. എന്തായാലും അവന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ആ ഭവനം വിട്ട് ഇറങ്ങി, അപ്പനെ നിന്നകന്നു, സഹോദരിൽ നിന്നകന്നു, മാതാവുണ്ടെങ്കിൽ മാതാവിൽ നിന്നകന്നു, ചാർച്ചക്കാരിൽ നിന്നകന്നു, സകലരിൽ നിന്നും എന്ത് ചെയ്തു? അവൻ അകന്നു പോകാനിടയായി തീർന്നു. സാധാരണ കണ്ടുവരുന്നത് ഒന്നും ഇല്ലാത്തപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? അകലുന്നത്, അല്ലേ? എല്ലാം ഉള്ളുമ്പം ഈ വെളിച്ചത്തിന്റെ ചുറ്റും ശ്രോത്ര ഈച്ച വന്നിരിക്കുന്നതല്ല, വെളിച്ചം ഉള്ളിടത്ത് ഈച്ച വന്നിരിക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് പേരെന്ത് ചെയ്യും? നമ്മളെ പറ്റിച്ചേർന്ന് നിൽക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ശരിയല്ലേ പറഞ്ഞു? സ്തോത്രം. നമ്മുടെ കയ്യിൽ ഒരു നന്മയുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മളെ പറ്റിച്ചേർന്ന് നിൽക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു ഭാരം വന്നാൽ നമ്മുടെ കൂടെ ചിലപ്പോ ഈ നിന്നവരാരും കാണത്തില്ല. ഈ നിന്നവരാരും കാണത്തില്ല. ആദ്യം നോക്കുന്നത് പോക്കറ്റിൽ നിറവുണ്ടോ. സ്തോത്രം. ഒറ്റ നോട്ടത്തിൽ ആദ്യം അങ്ങോട്ടാ നോക്കുന്നത്, പോക്കറ്റിലോട്ടാ നോക്കുന്നത്. പോക്കറ്റിൽ നിറവുണ്ടോ, പേഴ്സിന് നിറവുണ്ടോ, ഇതൊക്കെയാ ചിലരുടെ നോട്ടം. ഹല്ലേലൂയ. പേഴ്സിന്റെ നിറവും പോക്കറ്റിന്റെ നിറവും അനുസരിച്ച ബന്ധങ്ങൾ മനുഷ്യൻ സ്ഥാപിക്കുന്നു. പേഴ്സിന്റെ നിറവും പോക്കറ്റിന്റെ നിറവും അനുസരിച്ചാണ് ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം വ്യക്തമായിട്ട് ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. അവന് സ്വത്ത് അവനെല്ലാത്തിൽ നിന്നുമാകുന്നു. അവനെല്ലാത്തിൽ നിന്നും. ഇല്ലാത്തപ്പോഴല്ല, അവനെല്ലാം ലഭിച്ചതിന് ശേഷമാണ് അവനെല്ലാവരിൽ നിന്നും അകലുവാനിടയായി തീർന്നു. ഈ കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം കേട്ടോ. ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അവൻ അവിടെ നിന്നിറങ്ങി. അവന്റെ ഫ്രണ്ട്സ് എല്ലാം അവനോടൊപ്പം ചേർന്നു. അവന് നന്മയുണ്ടെന്ന് മനസ്സിലാക്കി അവനോട് ഒത്തിരി പേര് ചേർന്നു. വെളിയിൽ, അകത്തല്ല, വെളിയിൽ. ആമേൻ. അങ്ങനെ മുൻപോട്ട് പോയി. അവൻ അപ്പം കൊടുത്ത സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം അവൻ എന്ത് ചെയ്തു? ചിലവാക്കി. അവസാനം ഒരു നന്മ പോലും അവന്റെ കയ്യിൽ ശേഷിക്കാതെ ഒരു സമയം വന്നു. ഈ സമയം വന്നപ്പോൾ അവനിൽ നിന്ന് ഓരോരുത്തർ അകലാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണം. മുഷിഞ്ഞ വസ്ത്രം മാറി മറ്റൊന്ന് ഉടുക്കാൻ അവന്റെ നന്മയില്ല. ഒരു നേരത്തെ വിശപ്പടക്കാൻ ആഹാരം മേടിക്കാൻ അവന്റെ നന്മയില്ല. ആമേൻ. ഇപ്പൊ മിനറൽ വാട്ടർ മേടിക്കണമെങ്കിൽ തന്നെ 20 രൂപ കയ്യില്, അല്ലേ? ഒരു മിനറൽ വാട്ടർ മേടിക്കണമെങ്കിൽ തന്നെ 20 രൂപ കൊടുത്താൽ എന്ത് ചെയ്യത്തുള്ളൂ? കുടിവെള്ളം കിട്ടൂ. ഒന്നാലോചിച്ചേ, കുടിവെള്ളം കിട്ടത്തുള്ളൂ. സ്തോത്രം. എന്താ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ദൈവം പെയ്യിക്കുന്ന മഴ, അല്ല ദൈവം ഭൂമിയുടെ ഉറവകൾ തുറന്നല്ല, ആകാശത്തിലെ ഉറവകൾ തുറന്ന് ദൈവം പെയ്യിക്കുന്ന മഴ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആ വെള്ളം മനുഷ്യൻ കുപ്പിയിലാക്കിയിട്ട് 20 രൂപയ്ക്ക് എന്ത് ചെയ്യുക? കൊടുക്കുക. നോക്കിയേ,
ദൈവം തരുന്ന ആ വെള്ളം പോലും ഇപ്പൊ വില കൊടുത്ത് മേടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്തു? കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മാക്സിമം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ പറ്റത്തില്ല. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവനുള്ളതെല്ലാം എന്ത് ചെയ്തു? ഇവൻ നഷ്ടപ്പെടുത്തുവാനിടയായി തീർന്നു. 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ സകലതും സ്വരൂപിച്ചു ദൂരദേശത്ത് പോയിട്ട് ദുർനടപ്പ് നടന്നു. എന്തോ നടന്നു? ദുർനടപ്പ് നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദുർനടപ്പ് നടന്ന് അവന് ഉണ്ടായിരുന്ന സകല നന്മകളും അവൻ ഇല്ലാതായി. അവന്റെ ബന്ധങ്ങളെല്ലാം അവനെ വിട്ട് അകന്നുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണമേ, ഞാൻ ദൂതിലേക്ക് വരികയാ. അങ്ങനെ മുൻപോട്ട് വായിക്കുന്നു, എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട്. ഒന്നാലോചിച്ചേ, അവന്റെ കയ്യിലുള്ള സമയത്ത് ആ ദേശത്ത് എന്തില്ലായിരുന്നു? ക്ഷാമം ഇല്ലായിരുന്നു. എല്ലാം ചെലവഴിച്ചതിന് ശേഷം ആ ദേശത്ത് വലിയ കഠിന ക്ഷാമമുണ്ടായി. ആമേൻ. എല്ലാരും ഇവനെ വിട്ട് മാറുവാൻ, ഇവനെ വിട്ട് അകന്നു പോകുവാനിടയായിട്ട്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ. അവന്റെ തന്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. ഒന്ന് ആലോചിച്ചേ, പന്നി കഴിക്കുന്ന ഫുഡ് വരെ ദൈവത്തെ മറന്നാൽ, കൃപ, ദൈവത്തെ മറന്നാൽ, ദൈവത്തെ മറന്നു ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രതിസന്ധികൾ വരും. ആമേൻ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തെ മറന്ന് ജീവിക്കരുത്, ദൈവത്തെ മറക്കരുത്. എന്തെല്ലാം ജീവിതത്തിൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ദൈവത്തെ മറക്കരുതെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തെ മറക്കരുതെന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. ഭക്തനായ യോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. യോബ് ദൈവത്തെ മറന്നില്ല, യോബ് ദൈവത്തെ മറന്നുപോയില്ല. അവന്റെ ജീവിതത്തിൽ വന്ന കഷ്ടത, യോബ് എല്ലാ വിധത്തിലും യോബ് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഫിസിക്കലി അനുഭവിച്ചു, മെന്റലി അനുഭവിച്ചു, ഫൈനാൻഷ്യലി അനുഭവിച്ചു. ഹല്ലേലൂയ അല്ലേ? പ്രൈസ് ദി ലോർഡ്. എല്ലാ മേഖലയിലും യോബ് എന്ത് ചെയ്തു? കഷ്ടത അനുഭവിച്ചയാളാ. ഒരു മേഖലയിൽ മാത്രമല്ല അദ്ദേഹം കഷ്ടത അനുഭവിച്ചത്, 2 മേഖലയിൽ മാത്രമല്ല അദ്ദേഹം കഷ്ടം അനുഭവിച്ചത്, എല്ലാ മേഖലയിലും അദ്ദേഹം കഷ്ടത അനുഭവിച്ചയാളാണ്. ശാരീരികമായി അദ്ദേഹം അനുഭവിച്ച കഷ്ടത നമുക്കറിയാം, മാനസികമായി അദ്ദേഹം അനുഭവിച്ച വേദന നമുക്കറിയാം, സാമ്പത്തികമായി അദ്ദേഹം അനുഭവിച്ച ദുഃഖം നമുക്കറിയാം. എല്ലാ മേഖലയിലും അദ്ദേഹം കഷ്ടത അനുഭവിച്ചയാളാണ്. പക്ഷേ അവിടെയും ദൈവത്തെ മറക്കാതെ, ദൈവത്തെ മുറുകെ പിടിച്ച് ഭക്തനായ യോബ് നിലകൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞപ്പോൾ യോബിന്റെ അതിരിനെ വിസ്താരമാക്കിയൊരു ദൈവമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിന്റെ മടക്കി, നഷ്ടപ്പെട്ടു പോയതിന്റെ ഇരട്ടി മടക്കി കൊടുത്ത് യോബിനെ അനുഗ്രഹിച്ച ഒരു ചരിത്രമുള്ള പുസ്തകമാണ് നമ്മൾ ചുമക്കുന്നത്. മറന്നുപോകരുത്. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ദൈവത്തെ മറക്കാതെ ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ ഓർത്ത് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഹല്ലേലൂയ മനസ്സിനോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, അവസാനം വരെ മറക്കാതെ നിൽക്കാൻ വാത്സല്യ ദൈവ പൈതലേ, നീ തയ്യാറാണെങ്കിൽ ആത്മാവ് നിന്നോട് ഇടപെടുന്നു. നിന്റെ അതിരിനെ അവൻ വിസ്താരമാക്കുക തന്നെ ചെയ്യും.
വിശ്വസിക്കുന്നവരാമേൻ പറയട്ടെ. വിശ്വസിക്കുന്നവരാമേൻ പറയട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഉറപ്പുണ്ടോ? നിങ്ങൾ ദൈവത്തെ മറക്കാതെ നിന്നാൽ, നിങ്ങൾ ദൈവത്തെ മറക്കാതെ വിളിച്ചപേക്ഷിച്ചാൽ, നിങ്ങൾ ദൈവത്തെ മറക്കാതെ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ മറക്കാതെ ദൈവത്തെ ആരാധിച്ചാൽ, ഞാൻ ആത്മാവിൽ ദൂത് പറയാ, നിന്റെ അതിരിനെ അവൻ വിസ്താരമാക്കും. സ്തോത്രം, സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. ചില വേലി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ചില വേലി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില വേലി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചോണം, അതിലും വലുതൊന്ന് ദൈവം തയ്യാറാക്കിക്കൊണ്ടിരിക്കും. അതിലും വലുതൊന്ന് ദൈവം തയ്യാറാക്കിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോടൊരു പരിശുദ്ധാത്മാവിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2 റൂമും ഒരു ഹാളും ഒരു ചെറിയ കിച്ചണും, പുറത്തൊരു ബാത്റൂം. 2 ഹാളും ചെറിയൊരു കിച്ചനും പുറത്തൊരു ബാത്റൂം. ഇത്രയുള്ള ഒരു വീട് പണിയാൻ വലിയ പ്രയാസമൊന്നും എന്ന് വെച്ചാൽ മീൻസ് പെട്ടെന്ന് പണി തീർക്കാം, പെട്ടെന്ന് പണി തീർക്കാം. ഹല്ലേലൂയ. 2 ചെറിയൊരു റൂം, ഒരു ഹാള്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ചെറിയ കിച്ചൺ, പെട്ടെന്ന് പണി തീർക്കാം. എന്നാൽ ഒരു 4 റൂം അല്ലെ ഒരു 5 റൂം അല്ലെ 2 നില ഒരു വീട്, സ്തോത്രം, ഇച്ചിരി ഒരു വീതിയും വിസ്താരവും ഒക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ, ഒരു ക്രമീകരണമാണെങ്കിൽ, ആ പഴയ ഞാൻ ആദ്യം പറഞ്ഞ വീട് പണിയുന്നതിനേക്കാളും കുറെ സമയം എടുക്കും, അത് മറ്റത് പൂർത്തീകരിക്കപ്പെടുവാൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ? ദൈവം നമുക്ക് തരുന്നതനുസരിച്ചാണ് സമയം നീളുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ല. അതായത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, അത് വലിയൊരു പദ്ധതിയാണ്, അത് വലിയൊരു പ്ലാനാണ്. ചെറിയൊരു പ്ലാൻ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ അത് വന്നേനെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് അത് ലഭിക്കപ്പെട്ടേനെ. പക്ഷെങ്കിൽ അത് ലേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം, അതിന്റെ പ്രിപ്പറേഷൻ തീർന്നിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുക. ഇച്ചിരൂടെ വലുതായിരിക്കും അത്, ഇച്ചിരൂടെ വലിപ്പമുള്ളതായിരിക്കും അത്. അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ദൈവം ഒന്നും ക്രൈസ്തലോടെ ഹല്ലേലൂയ. ദൈവം ഒന്നും പൂർത്തീകരിക്കാതെ തരുന്ന ദൈവമല്ല. ക്രൈസ്തലോട് ഒരു കാര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് നീ അങ്ങ് ചെയ്തോ എന്ന് പറയുന്ന ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ദൈവം എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് പൂർത്തീകരണം വെളിപ്പെടുത്തുന്നവനാണ് ദൈവം. ദൈവം എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് പൂർത്തീകരണം വെളിപ്പെടും. ഈ ഭൂമി പാടും ശൂന്യമായി കിടന്നപ്പോൾ അതുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഓരോത്തിനെയും ഹല്ലേലൂയ വേണ്ടുന്ന നിലയിൽ സൃഷ്ടിച്ചതിന് ശേഷം അവസാനം ദൈവം പറയുന്നു, ആ സൃഷ്ടിപ്പിനെ നോക്കിക്കൊണ്ട് ദൈവം പറയാ, ഇത് നല്ലത്. ഒരാമയം പറയാമോ? ഇത് നല്ലത്. എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഓരോ ദിവസത്തിന്റെയും അവസാനത്തിൽ വരുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്കാണ്, ഇത് നല്ലത്. എന്നോട് ആത്മാവ് ആ വാക്കെടുത്തുകൊണ്ട് പറയുന്നു, നിനക്കൊരു നല്ലത് ദൈവം ചെയ്യുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു നല്ലത് ദൈവം ഒരുക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി നല്ലതൊന്ന് ദൈവം ഒരുക്കുന്നുണ്ട്. ആർക്കും കുറ്റം പറയാം പറ്റാത്ത വിധത്തിൽ, ആർക്കും ഒരു കുറ്റം കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ നിനക്കൊരു നല്ലത് ദൈവം ഒരുക്കുന്നുണ്ടെന്ന് ഇന്ന് പരിശുദ്ധ ആത്മാവിൽ ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുകയോ. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഏറ്റെടുത്തോ. സ്തോത്രം, സ്തോത്രം. നല്ലതെന്ന് പറയത്തക്കവണ്ണം അതിനെ അതിൻ്റെതാകുന്ന പൂർത്തീകരണത്തിൽ വരുത്തുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാൻ മടങ്ങി വരിക. ഈ ഒരു അവസ്ഥയിലായിരുന്ന ആ മനുഷ്യന് പെട്ടെന്ന് സുബോധം വന്നു. സുബോധം. ആമേൻ.
സുബോധം വന്നു. അപ്പൊ ഇവന്റെ സുബോധമെല്ലാം നഷ്ടപ്പെട്ടു. എപ്പോഴാ നഷ്ടപ്പെട്ടെ? ഇവന് ഈ പണമെല്ലാം വന്നപ്പോത്തേനെ, ഇവന് ഈ നന്മയെല്ലാം വന്നപ്പോത്തേനെ ഇവന്റെ സുബോധം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, കർത്താവേ, ഈ ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് വരുന്നത്? സുബോധം. സ്തോത്രം. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോ നമുക്ക് എന്ത് വരും? സുബോധം. അതങ്ങനല്ല, ഇങ്ങനെ പോണം, അങ്ങനെ പോണം. ഇവരങ്ങനെ. ചിലരെയൊക്കെ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുമ്പോഴാണ്. സ്തോത്രം. നമ്മൾ ചിലപ്പോ ചിന്തിക്കുന്നത് അവരെ പോലെ വേറെ ആരും ഇല്ലെന്നാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ബോധം വരുന്നത്. ഇവരിങ്ങനെ ആയിരുന്നല്ലേ, ഇവരുടെ മനസ്സിങ്ങനെ ആയിരുന്നല്ലേ, ഇവരുടെ ക്യാരക്ടർ ഇങ്ങനെ ആയിരുന്നല്ലേ. എന്നോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയാൻ പറയുന്നു. ചിലത് ദൈവം നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആമേൻ പറ. അത് പറയുമ്പോ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. സ്തോത്രം. ചിലത് ദൈവം നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ദൈവത്തിന്റെ പഠന ക്ലാസ്സിലാണ് നീ. പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നു. എല്ലാരോടുമുള്ള ദൂതല്ല, പക്ഷേ ഈ ദൂത് ഏറ്റെടുക്കേണ്ടവർ ഇത് കേൾക്കുന്നുണ്ടെന്ന് ആത്മാവ് പറയുക. ചിലത് ദൈവം നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവം നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നീ. ഈ സമയത്ത് ഹല്ലേലൂയ നീ സംശയിക്കരുത്. ഈ സമയത്ത് നീ നിരാശപ്പെടരുത്. ഈ സമയത്ത് നീ തകർന്നു പോകരുത്. ഈ സമയത്ത് നീ ഉടഞ്ഞു പോകരുത്. ഈ സമയത്ത് നീ ഹല്ലേലൂയ മനപ്രയാസപ്പെടരുത്. ഈ സമയത്ത് നീ തകർന്നു പോകരുത്. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ചിലപ്പോൾ പരീക്ഷകൾ കാണും, നിന്റെ മുമ്പിൽ എക്സാമിനേഷൻ കാണും. പക്ഷെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, വിശ്വസ്തയോടെ നിന്ന് പഠിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ വലിയൊരു വിജയം അതിന്റെ ബോധത്തിലുണ്ടെന്ന് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. Oh, thank you, Lord. Thank you, Lord. Thank you, Lord. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ബൈബിളെല്ലാം മാറ്റിവെച്ചിട്ട് പരിശുദ്ധാത്മാവ് ദൂതിടപെടുമ്പോ എന്നോടാണെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോണം. ഹല്ലേലൂയ. അല്ലാതെ ചുമ്മാ ഇരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. എല്ലാ ദൂതും ഏറ്റെടുത്ത് ആരാധിക്കാൻ ഞാൻ പറയത്തില്ല. എന്നോടുള്ള ദൂതാണ് ഏറ്റെടുത്ത് ആരാധിച്ചോണം. അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സ്തോത്രം നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നോടുള്ളതാണെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ ദൈവത്തിന് ആരാധന കൊടുക്കേണ്ട നിന്റെ ഉത്തരവാദിത്വമാണ് മറക്കരുത്. സ്തോത്രം. സ്തോത്രം. സംസാരിക്കുന്ന ദൈവം ആ ദൈവത്തെ കുറച്ച് കാണരുത്. നിങ്ങൾ എന്നെ കുറച്ച് കണ്ടോ, നോ പ്രോബ്ലം. എന്നെ ഇപ്പൊ കുറച്ചും കൂടിയും കണ്ടതെന്ന് എനിക്ക് വലിയ വിഷയം. എനിക്കതൊരു പ്രശ്നം. ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എല്ലാരും എടുത്ത് എന്നെ തലയിൽ വെക്കുന്നത് ഞാൻ വെളിപ്പാട് കണ്ടിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കതുകൊണ്ട് അത് വിഷയമല്ല. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്നവനെ ചെറുതാക്കി കാണരുത്. എന്നിലൂടെ സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ചെറുതാക്കി കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ കാര്യം പോകാം. പല പ്രിയപ്പെട്ടവരും വിടുവിക്കപ്പെട്ടിരിക്കുമ്പോ നീ ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിടുമ്പോ നിന്നോടാണ് സംസാരിക്കുന്നതെന്നും നിനക്ക് ബോധ്യപ്പെട്ടാൽ സംസാരിക്കുന്ന ദൈവത്തോട് നന്ദി പറയേണ്ട റെസ്പോൺസിബിലിറ്റി നിനക്കുണ്ടെന്നാ പറഞ്ഞു വന്നത്. ഇന്ന് എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവശബ്ദം. അതിലേതൊക്കെയാ ദൈവം, അതിലേതൊക്കെയാ ശബ്ദവും ഒരു പിടുത്തമില്ല. എങ്ങോട്ട് തിരിഞ്ഞാലും ദൈവശബ്ദം അല്ലേ. വലത്തോട്ട് തിരിഞ്ഞാൽ, ഇടത്തോട്ട് തിരിഞ്ഞാൽ, വടക്കോട്ട് തിരിഞ്ഞാൽ, കിഴക്കോട്ട് തിരിഞ്ഞാൽ, പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ, തെക്കോട്ട് തിരിഞ്ഞാൽ, എങ്ങോട്ട് തിരിഞ്ഞാൽ എന്താണ്? ദൈവശബ്ദമാണ് എന്നാ പറയുന്നത്. എനിക്കറിയില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ ഇങ്ങനെ പറയുന്ന കാര്യത്തിൽ, കേൾക്കുന്ന കാര്യത്തിൽ ഒരു കുറവുമില്ല. ഇഷ്ടം പോലെ ഉണ്ട്. സ്തോത്രം. അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ദൈവശബ്ദമാകട്ടെ, ദൈവശബ്ദം അല്ലായിരിക്കട്ടെ, എന്തു ആയിക്കോട്ടെ. പക്ഷെ ദൈവം സംസാരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു കാര്യം ചിന്തിക്കണം. എന്നോട് സംസാരിക്കാൻ ദൈവം മനസ്സ് കാണിച്ചു, ദൈവം സംസാരിക്കാൻ സമയം കാണിച്ചു. ദൈവത്തിന്റെ കൃപയാണത് കേട്ടോ. ദൈവം നമ്മളോട് ഒരു വാക്ക് പറയുന്നത് ദൈവത്തിന്റെ വലിയ കൃപയാണ്.
ദൈവം നമ്മളോടൊരു വാക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ കൃപയാണ്. കാരണം ദൈവം എത്രയോ ഉന്നതനാണ്, ദൈവം എത്രയോ ഉയർന്നവനാണ്, ദൈവം എത്രയോ മഹത്വമുള്ളവനാണ്. ആ ദൈവം നമ്മളോടൊന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫോൺ വിളിച്ചാൽ നരേന്ദ്രമോദി എടുക്കുമോ? നമ്പർ പോലും അറിയത്തില്ല, അല്ലെ? നമ്പർ പോലും നമുക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി നമ്പർ അറിയാമെങ്കിലോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസനെ വിളിച്ചു. ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു. ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു പാസ്റ്ററാണ്. 2-3 പ്രാവശ്യം വിളിച്ചു. സ്വതന്ത്രം. ഞാൻ വിളിച്ചിട്ട് ആ പാസ്റ്ററിന്റെ ഒരനുഭവം ഇല്ല. എനിക്ക് വിളിച്ചിട്ട് 2-3 ദിവസമായി. ഞാൻ ആദ്യം ഒന്ന് വിളിച്ചു, തിരക്കാന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ വിളിച്ചു. ഞാൻ ഒരാളെ 2 വട്ടം വിളിക്കത്തുള്ളൂ, അതിൽ കൂടുതൽ വിളിക്കത്തില്ല. 2 വട്ടം വിളിച്ചു, ബെല്ല് ഫുൾ അടിച്ചു, എടുത്തില്ല. ഞാൻ വിളിക്കാൻ പോയില്ല. ഞാൻ നമ്പറും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നീ വിളിക്കുവാണെങ്കിൽ വിളിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, പലരെയും വിളിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഇപ്പൊ പാസ്റ്റേഴ്സ് എന്നെ തന്നെ പലരും വിളിക്കുമ്പോ പറയും, പാസ്റ്ററെ കിട്ടുന്നില്ല. ശരിയാ, തിരക്കുള്ളതുകൊണ്ട് കിട്ടുന്നില്ല. പക്ഷേ അതിലും എത്രയോ വലിയവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറുതാക്കി കാണല്ലെന്നാ പറഞ്ഞു വന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു പാസ്റ്റർമാരെ വിളിച്ച് കിട്ടാത്ത സ്ഥാനത്ത് നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെക്കാട്ടിലും വലിയവനാകുന്ന സ്വർഗത്തിലെ ദൈവം നീ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കുന്നെങ്കിൽ അത് നിന്റെ മഹത്വമല്ല, എന്റെ ദൈവത്തിന്റെ കൃപയാണെന്ന് മറക്കരുത്. ആ പ്രിയമുള്ളവർ ദൈവത്തെ ആരാധിക്കുന്ന ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ദൈവം നിന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് ആരാധന കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. ഞാൻ മടങ്ങി വരിക. അവന് സുബോധം വന്നവൻ എഴുന്നേറ്റ്, ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാവം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സുബോധം വന്നപ്പോ ആദ്യം ചിന്തിച്ച ചിന്ത, എന്റെ അപ്പന്റെ ഭവനത്തിൽ, എന്റെ അപ്പന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ ഭവനത്തിൽ എത്രയോ പേര് ജോലി ചെയ്യുന്നു. അവർക്ക് കഴിക്കാൻ ആഹാരമുണ്ട്, അവർ കൊടുക്കാൻ വസ്ത്രമുണ്ട്. ഒരു നേരത്തെ അന്നത്തിന് കുറവില്ല. അവർക്ക് സാമ്പത്തികമുണ്ട്, നന്മയുണ്ട്, കൂലിയുണ്ട്, എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ആ അപ്പന്റെ മകനായിരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കഴിക്കുവാൻ പറ്റാതെ ഭാരപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അവന്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു. ഹല്ലേലൂയ. എല്ലാം വിട്ടെറിഞ്ഞ് നടന്നു പോയവൻ ദാണ്ട് തിരിഞ്ഞൊരു നോട്ടം. അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചിലതിൽ നിന്ന് തിരിഞ്ഞു നോക്കേണ്ട സമയമായി, ചിലതിൽ നിന്ന് തിരിഞ്ഞു നോക്കേണ്ട സമയമായി. യേശുവിന്റെ നാമത്തിൽ ഇനിയും നിന്നവിടെ നിൽക്കരുത്, ഇനിയും പോകുന്ന പോലെ പോകരുത്, ഇനിയും സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്, ഇനിയും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്. ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഒരു മടങ്ങി വരവ് അനിവാര്യമെന്ന്. താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്ക് യേശുവിന്റെ നോട്ടം അറിയാവോ? യേശുവിന്റെ നോട്ടം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭാഗം ഇങ്ങനെ ധ്യാനിച്ചു. എനിക്കറിയത്തില്ല, ദൂതെല്ലാം മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവുക. സ്വത്രം പ്രാർത്ഥിച്ചു കേട്ടോ. പരിശുദ്ധാത്മാവിട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദൈവവചനം ഞാൻ ഫാസ്റ്റിംഗ് ഇരുന്നപ്പോ ദൈവവചനം ധ്യാനിച്ച് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ഗദരദേശത്തുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു. ആ മനുഷ്യനെ കുറിച്ചല്ല ചിന്തിച്ചത്, ഞാൻ യേശുവിന്റെ നോട്ടത്തെ കുറിച്ചാണ് ചിന്തിച്ചത്. യേശുവിന്റെ നോട്ടം, അതായത് ഇക്കരെ സത്യത്തിൽ എല്ലാം ഉണ്ടല്ലേ? ഇക്കരെ എല്ലാം ഉണ്ട്. എന്തുണ്ട്? ശേഷിപ്പുണ്ട്. 12 കൊട്ടയുടെ ശേഷിപ്പുണ്ട്. ഒരു വചന വെളിപ്പാടാ ദൈവാത്മാവ് എനിക്ക് തന്നത്. അത് പരിശുദ്ധാത്മാ ഷെയർ ചെയ്യാൻ എന്നോട് ആ നോട്ടം നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കണം ആവശ്യം. ഇക്കരെ എന്നുണ്ട്? ശേഷിപ്പുണ്ട്. അതായത് കൊട്ട 12 എണ്ണം ഉണ്ട് എന്ന് വെച്ചാൽ ഇവിടെ സാമ്പത്തികമൊക്കെ നന്മയൊക്കെ ഉണ്ട്. രണ്ടിക്കരെ കൂട്ടായ്മ ഉണ്ടല്ലേ?
അവിടെയാണ് ഉപമയും കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പ്രാർത്ഥനയെല്ലാം ഫെലോഷിപ്പ് ഉണ്ട്, അവിടെ കൂട്ടായ്മ ഉണ്ട്, അവിടെ ഇക്കരെ കൂട്ടായ്മ ഉണ്ട്. ഹല്ലേലൂയ. അപ്പം നന്മയുണ്ട്, പിന്നെന്തുണ്ട്? കൂട്ടായ്മയുണ്ട്. ഇങ്ങനെ അങ്ങനെ പല കൂട്ടം കാര്യങ്ങളുണ്ട്. പക്ഷെ അക്കരെ നോക്കിയേ, അക്കരെ ഒരു കൂട്ടായ്മയില്ല, ഒരു നന്മയില്ല. ഇക്കരെ VIP കളുണ്ട്, VIP കൾ ഇക്കരെ ഉണ്ട്. അത് യേശു എന്നതാ പറയുന്നത്, എന്നതാ ചെയ്യുന്നതെന്ന് പിടിക്കാൻ വന്ന പുള്ളി. എന്നാലും കുഴപ്പമില്ല, VIP ഉണ്ടല്ലോ. അക്കരെ RIP, അക്കരെ VIP അല്ല, RIP ഉണ്ട്. അപ്പൊ ഇക്കരെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ഇക്കരെ നിന്ന് അക്കരയ്ക്ക് പോകാൻ ആരും താല്പര്യപ്പെടുന്നില്ല. ഇന്നത്തെ പാസ്റ്റർമാരാണെ പറഞ്ഞാൽ നമുക്ക് ഇക്കരയ്ക്ക് ഇരിക്കാന്ന് പറഞ്ഞു. ഇവിടെ ഉള്ള കൂട്ടായ്മ മതി, അപ്പത്തോട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ കാരണം ഇവിടാണ് കൊട്ട നിറഞ്ഞിരിക്കുന്നതും കൂട്ടായ്മ ഉള്ളതും VIP കൾ ഉള്ളതല്ലേ ഇവിടെ, അതുകൊണ്ട് ഇവിടെ മതി. പക്ഷെ യേശുവിന്റെ നോട്ടം കണ്ടോ? യേശു നോക്കിയത് ഇക്കരെയുള്ള നന്മയോ ഫെലോഷിപ്പോ VIP കളോ അല്ല യേശു നോക്കി. യേശു നോക്കി അക്കരെ തകർന്നിരിക്കുന്നവനെയാണ്. അക്കരെ തകർന്നിരിക്കുന്നവനെ യേശു നോക്കിയത്. ഹൃദയം തകർന്നു, മനസ്സ് തകർന്ന്, ആരാലും രക്ഷിക്കപ്പെടാനില്ലാതെ, ആരാലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഇക്കരെ കുടുംബക്കാരുണ്ട്. അക്കരെ കുടുംബക്കാരുണ്ടെങ്കിൽ പോലും തിരിഞ്ഞു നോക്കാതെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് കല്ലറയിൽ മരണം കാത്തുകിടന്ന ഒരു മനുഷ്യനുണ്ട്. അവനെയാണ് യേശു നോക്കിയത്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നോട്ടം നമ്മളിലേക്കും വരട്ടെ, യേശുവിന്റെ നോട്ടം നമ്മളിലേക്കും വരട്ടെ. ഇന്ന് ചില തിരിഞ്ഞു നോട്ടം ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവിനോട് ഇടപെടുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഇടപെട്ട ദൂത് ഇന്ന് പകൽ കൈമാറുക. ഇക്കരെ നോക്കുന്നവർ കാണും, പക്ഷെ കർത്താവ് നോക്കുന്നത് തകർന്നിരിക്കുന്ന നിന്നെയാ, ഉടഞ്ഞിരിക്കുന്ന നിന്നെയാ, വേദനപ്പെട്ടിരിക്കുന്ന നിന്നെയാ എന്റെ കർത്താവ് നോക്കുന്നത്. വിശ്വസിക്കുന്നെങ്കിൽ ഏറ്റെടുത്താമേ പറ, വിശ്വസിക്കുന്നെങ്കിൽ ഏറ്റെടുത്താമേ പറ. കർത്താവ് നോക്കുന്നത് കൊട്ട നിറഞ്ഞിരിക്കുന്നതല്ല, കർത്താവ് നോക്കുന്നത് കൂട്ടായ്മയല്ല, കർത്താവ് നോക്കുന്നത് VIP-കളെയല്ല, കർത്താവ് നോക്കുന്നത് തന്റെ ചാച്ചക്കാരെയല്ല. കർത്താവ് നോക്കിയത് ഒറ്റയ്ക്ക് തകർന്നിരിക്കുന്നവന്, ഒറ്റയ്ക്ക് തകർന്നിരുന്നവന്. കടലെതിരെ വന്നാലും, തിരയെതിരെ വന്നാലും, പ്രതികൂലമെതിരെ വന്നാലും ആ തകർന്നിരിക്കുന്നവന്റെ അടുത്ത് ഞാൻ പോകും, ആ തകർന്നിരിക്കുന്നവന്റെ അടുത്ത് ഞാൻ ചെല്ലും, ആ തകർന്നിരിക്കുന്നവനെ ഞാൻ രക്ഷിക്കും, ആ തകർന്നിരിക്കുന്നവനെ ഞാൻ പുറത്തു കൊണ്ടുവരും. ഇന്ന് പകൽ ആരിലൊക്കെയോ ഈ വിടുതല നടക്കുന്നു, ആരിലൊക്കെയോ ഈ വചനത്തിന്റെ വെളിപ്പാടിന്റെ വിടുതല നടക്കുന്നു, ആരിലൊക്കെയോ ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടുക. വിശ്വസിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. തകർന്നിരിക്കുന്ന നിന്നെ, ഉടഞ്ഞിരിക്കുന്ന നിന്നെ, ഹല്ലേലൂയ, തകർത്തുകളയാൻ നോക്കുന്ന നിന്നെയാണ് ദൈവം ശ്രദ്ധിക്കുന്നത്, നിന്നെയാണ് ദൈവം നോട്ടമിട്ടിരിക്കുന്നത്. ശത്രു നോട്ടം നിന്നെ ഇട്ടെങ്കിൽ എന്നോട് കർത്താവ് പറയുന്നത് ശത്രുവിന്റെ നോട്ടത്തെ കുറിച്ച് പൊക്കി കാണിക്കാനല്ല, ഉയർത്തി കാണിക്കാനല്ല, അല്ലെങ്കിൽ മഹത്വപ്പെടുത്താനല്ല ദൈവനോട് പറയുന്നത്. ഹല്ലേലൂയ. ഈ നന്മയുടെ നടുവിലും ഈ VIP-കളുള്ള നടുവിലും യേശുവിന്റെ റിലേറ്റീവ്സ് അവിടെ ഉണ്ട്, അവരുടെ നടുവിലും ബന്ധുക്കാരുടെ നടുവിലും ഫെലോഷിപ്പ് ഉള്ളതിന്റെ നടുവിലും എന്റെ യേശു നോക്കിയത് അതൊന്നുമല്ല. നമുക്ക് അക്കരയ്ക്ക് പോകാം, നമുക്ക് അക്കരയ്ക്ക് പോകാം, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവിടെ തകർന്നിരിക്കുന്ന ഒരു തരുണ്ട്, അവിടെ തകർന്നിരിക്കുന്ന ഒരു തരുണ്ട്. താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവ് പറയുന്നു നമ്മുടെ നോട്ടം മാറണം, നമ്മുടെ നോട്ടം മാറണം, നമ്മുടെ നോട്ടം മാറണം. നോക്കരുതെന്ന് ദൈവം പറഞ്ഞ നോക്കരുത്. സ്തോത്രം. ലോത്തിനോടും ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു,
ഓടിക്കോ, പക്ഷേ വണ്ടി മാറ്റ്. തിരിഞ്ഞു നോക്കരുത്, തിരിഞ്ഞു നോക്കരുത്. എടാ, വിട്ടത് വിട്ടതായിരിക്കണമെന്ന്. തിരിഞ്ഞു നോക്കരുത്. ഉപേക്ഷിച്ചത് ഉപേക്ഷിച്ചതായിരിക്കണമെന്ന്. തിരിഞ്ഞു നോക്കരുത്. സ്തോത്രം. ദൈവം ഒരുക്കി വെക്കുന്നതിനെക്കാട്ടിലും ലോത്തിന്റെ ഭാര്യ ഇഷ്ടപ്പെട്ടത് അവിടെയുള്ള നന്മകളും അനുഗ്രഹങ്ങളുമായിരുന്നു. ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് അവള് തിരിഞ്ഞു നോക്കി. അവള് തിരിഞ്ഞു നോക്കാൻ ഒരു കാര്യമുണ്ട്. തിരിഞ്ഞു നോക്കാൻ ഒരു കാര്യമുണ്ട്. ജഡം കൊണ്ടേ ഓടിയുള്ളൂ, മനസ്സുകൊണ്ട് ഓടിയില്ല. മനസ്സിലായി? ജഡം കൊണ്ടേ ഓടിയുള്ളൂ, മനസ്സുകൊണ്ട് ഓടിയില്ല. സ്തോത്രം. എന്താ തിരിയേണ്ടത്? ശരീരവാ? ശരീരവാ? നോ. നിന്റെ മനസ്സ്. നിന്റെ മനസ്സ് തിരിയണം. നിന്റെ മനസ്സ് തിരിഞ്ഞാലേ നിന്റെ കാഴ്ചപ്പാട് തിരിഞ്ഞു വരത്തുള്ളൂ. അല്ല, നീ ശരീരം വിട്ട് കുലുക്കിയിട്ട് കാര്യമില്ല, ശരീരം വിട്ട് ഇളക്കിയിട്ട് കാര്യമില്ല, ശരീരം വിട്ട് തൂങ്ങിയിട്ട് കാര്യമില്ല. നിന്റെ മനസ്സ് തിരിയണം. മനസ്സ് തിരിയണം. മനസ്സ് തിരിഞ്ഞു വരണം. എന്നാലേ കാഴ്ചപ്പാട് തിരിഞ്ഞു വരത്തുള്ളൂ. ലോത്തിന്റെ ഭാര്യ മനസ്സ് അവിടെ ഇട്ടിട്ട് ജഡം കൊണ്ടാ ഓടിയെ. എന്നിട്ട് തിരിഞ്ഞു നോക്കി, ഉപ്പുതൂണായി. ആത്മാ പറയുന്നു, നോക്കരുതെന്ന് ദൈവം പറയുന്നിടത്ത് നോക്കരുത്. ചെയ്യരുതെന്ന് ദൈവം പറയുന്നത് ചെയ്യരുത്. ആത്മാ പറയുന്നത് ചിലരൊക്കെ ചിലത് വിട്ടുകളഞ്ഞ് എന്നിട്ട് വീണ്ടും അതിന്റെ പുറകെ നടക്കുക. തമ്പുരാന്റെ അടി നിനക്ക് വരും. തമ്പുരാന്റെ കരം നിനക്ക് ഭാരമാകും. പ്രാർത്ഥിച്ചു. സ്തോത്രം. പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. കോമൺ മീറ്റിംഗ് അല്ലേ, പേരൊന്നും എടുത്ത് പറയുന്നില്ല. മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ട കൊള്ളാം. ഇല്ലെങ്കിൽ തമ്പുരാന്റെ കരം നിന്റെ ശരീരത്തിൽ ഭാരമാകുന്ന ഉടനെ നീ തന്നെത്താനെ നിലവിളിച്ചല്ലോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നീ കരയുമ്പോ നീ ഓക്കെ ആയിരിക്കും. പരിശുദ്ധാത്മാ ശക്തമായിട്ട് ഇടപെടും. പ്രാർത്ഥിക്കുന്നവര് മണ്ടന്മാരാന്ന് വിചാരിക്കരുത്. പാസ്റ്റർ ഞങ്ങളോട് വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ലല്ലോ, അല്ല വ്യക്തിപരമായിട്ട് ഞങ്ങളോട് ഇടപെടുന്നൊന്നും ഇല്ലല്ലോ. പ്രാർത്ഥിക്കുന്നവരും മണ്ടരാന്ന് വിചാരിക്കരുത്. ഞങ്ങൾ ചിലത് അറിഞ്ഞിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയും ആത്മാവ് വെളിപ്പെടുത്തി ഞാൻ അങ്ങ് മിണ്ടായിരിക്കുന്നതേ ഉള്ളൂ. മണ്ടരല്ല, മണ്ടരാന്ന് വിചാരിക്കരുത്, മണ്ടരല്ല. ഇന്ന് മകൻ ആത്മാവ് പറയുന്നു, മനം തിരിയണം, മനം തിരിയണം. ഞാൻ പ്രാർത്ഥിക്കും, യേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചിലരുടെ മേൽ സുബോധത്തിന്റെ ആത്മാവിനതയും പകരും. മനസ്സിലാവുന്നുണ്ട്? യേശുവിന്റെ നോട്ടമാ നമ്മളിലും വരേണ്ടത്. യേശുവിന്റെ ദർശനമാ നമ്മളിലും വരേണ്ടത്. യേശുവിന്റെ നോട്ടം നിങ്ങൾ കണ്ട്. യേശു ഈ ലോകത്തിനുള്ളതിനെ അല്ല നോക്കിയത്, തകർന്നിരിക്കുന്നവന്റെ മനസ്സാ നോക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് കർത്താവ് എന്നോട് പറയുന്ന കാര്യം ഞാൻ പറയും. ചിലരൊന്നും ഇതൊന്നും പ്രതീക്ഷിച്ചല്ല വരുന്നേ, ഇതൊന്നും പ്രതീക്ഷിച്ചല്ല സൂമിലും കയറുന്നത്. സ്തോത്രം. പക്ഷെ വന്ന് കയറി അബദ്ധമായല്ലോ, കയറി പോയില്ലേ, ഇനി എങ്ങനെ ഇറങ്ങുന്നു? സ്തോത്രം. ഇത് കഴിയുമ്പോ പാർശ്വ ചോദിക്കും, ഇടയ്ക്ക് എന്നാ പോയത്, എന്നാ കള്ളം പറയും, വായെടുത്താ കള്ളേ പറയത്തു. പരിശുദ്ധാത്മാവ് തരുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിക്കൂട്ടി നിർത്തിയാ സംസാരിക്കുന്നേ, അല്ലാതെ ഞാൻ വലിയ വിശുദ്ധനാണെന്നല്ല പറയുന്നു. പക്ഷേ നമ്മുടെ മനം തിരിയണം, മനം തിരിയണം. എന്തിനാ തിരിയാൻ പറയുന്നത് അറിയാവോ? എന്തിനാ മടങ്ങി വരാൻ പറയുന്നത് അറിയാവോ? നീ കാണാത്തതൊന്ന് ദൈവം ഒരുക്കുന്നത്. അതുകൊണ്ടാ അത് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇത് പറയുന്നത്, അത് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇത് പറയുന്നത്, അത് പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇത് പറയുന്നത്. സ്തോത്രം. ഞാൻ പറയാം, ഏത് നന്മകൾ പ്രാപിക്കണമെങ്കിലും നമ്മൾ ശരിയാകാതെ കർത്താവ് തരത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഒരുങ്ങാതെ ദൈവം നമുക്ക് എന്ത് ചെയ്യത്തില്ല. ആ മനുഷ്യന് സുബോധം വന്നു, ആ മനുഷ്യന് സുബോധം വന്നു. അപ്പന്റെ വീടിനെ കുറിച്ച് ചിന്ത വന്നു. ഹല്ലേലൂയ. അവൻ ആദ്യം ഒരു തീരുമാനമെടുത്തു, ഞാൻ എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു നടക്കാൻ പോവുകയാണ്. തിരിച്ചു നടക്കാം. ഒന്നാമത്തെ വിടുതൽ എവിടെ വെളിപ്പെട്ടെന്നറിയാം? ഒന്നാമത്തെ വിടുതൽ വെളിപ്പെട്ടത് തീരുമാനത്തിലാണ്. സുബോധം വന്നാലും തീരുമാനം തെറ്റുന്നവരുണ്ടല്ലേ? ഇല്ലേ? സുബോധത്തോടെ ഇരിക്കുന്നെങ്കിലും തീരുമാനം തെറ്റുന്നവരില്ലേ?
ഇല്ലേ? ഉണ്ട്. അവർക്ക് ബോധക്കുറവൊന്നും ഇല്ല, അവര് മറ്റു പ്രയാസമൊന്നും അവർക്കില്ല. പക്ഷെ തീരുമാനം തെറ്റുന്നവരില്ല, എടുക്കുന്ന തീരുമാനം തെറ്റുന്നവരില്ല. ഇന്ന് പകരം ഞാൻ ആത്മാവിൽ പറയാം, ആ മനുഷ്യന് സുബോധം വന്നത് ഒരു പ്ലസ് പോയിന്റ് തന്നെ. പക്ഷേ വിടുതൽ ആദ്യം നടന്ന അവന്റെ തീരുമാനത്തിലാണ്. അവൻ എടുത്ത തീരുമാനം മുൻപോട്ട് പോകാനല്ല, തിരിച്ചപ്പന്റെ ഭവനത്തിലേക്ക് നടക്കാൻ തീരുമാനമെടുത്തു. അവിടെ ഒന്നാമത്തെ വിടുതൽ നടന്നു. അർത്ഥം ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാൻ തീരുമാനമെടുത്തു. ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാൻ തീരുമാനമെടുത്തു. എവിടെയാണോ ജീവിതത്തിന്റെ ഭാഗങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്, ആ ഭാഗങ്ങളൊന്ന് ക്രമീകരിക്കാൻ മനസ്സ് കാണിക്കാൻ നീ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്ന അതായിരിക്കും നിന്റെ വിടുതലിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് അപ്പന്റെ വീട്ടിലോട്ട് നോക്കി. അപ്പൻ ഉമ്മറത്ത് ഒരു കസാരയൊക്കെ ഇട്ടിട്ട് ഹല്ലേലൂയ പടിവാതിക്കലേക്ക് നോക്കിയിരിക്കുക. ആരാ? പോയ എന്റെ കുഞ്ഞു മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷ. ആ ഇരിപ്പ് തുടങ്ങിയിട്ട് കുറെ കാലമായി കാണുമായിരിക്കാം. ക്രൈസ്തവനോട് ഈ മോൻ എപ്പോഴിറങ്ങി? അന്ന് ചിലപ്പോ ഇരുന്ന് തുടങ്ങിയതായിരിക്കാം. അവൻ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയോടെ ആ അപ്പൻ അവിടെ ഇരിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടതേ യുവക്കളെ, ക്രൈസ്തവനോട് ദൂരേന്ന് കണ്ടപ്പോൾ അപ്പന് മനസ്സിലായി അതെന്റെ മോനാണ്, അതെന്റെ മോനാണ്, അതെന്റെ മോനാണ്. അപ്പന് മനസ്സിലായി. അപ്പൻ ഓടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ തീരുമാനം എടുക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ അവന്റെ ജീവിതം മാറാൻ തുടങ്ങിയത് കണ്ടോ? അവന്റെ ജീവിതം മാറാൻ തുടങ്ങിയത് കണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു ദൂത് പറയാം, അവന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എന്തായിരുന്നോ അത് നഷ്ടപ്പെട്ടു. പക്ഷെ അത് ദാണ്ട് മടങ്ങി വരിക. വെളിപ്പാട് മനസ്സിലായോ? അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വിലവെടുപ്പുള്ളത് ദൈവം അവന് മടങ്ങി. തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോ വിലവെടുപ്പുള്ളത് മടങ്ങി വരിക. ആമേൻ. അപ്പൻ ഓടിച്ചെന്നിട്ട് മോനെ ചേർത്ത് പിടിച്ചിട്ട് ദാസന്മാരോട് പറഞ്ഞ ആ വാക്യം നമ്മൾ വായിച്ച്, മേൽത്തരമാകുന്ന അങ്കി. അർത്ഥം, അപ്പൻ ഈ മോനെ കണ്ടപ്പോ, മോന്റെ സിറ്റുവേഷൻ കണ്ടപ്പോൾ അപ്പന് കാര്യം പിടികിട്ടി. ചിലപ്പോ അവൻ മുഷിഞ്ഞ ഡ്രസ്സിലായിരിക്കാം നിൽക്കുന്നത്. പന്നികളെ നോക്കിയപ്പോൾ, പന്നികളെ നോക്കുന്ന ജോലിയായിരുന്നല്ലോ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകും, പന്നി ഫാം ഒക്കെ നമുക്കറിയാം വളരെ വൃത്തിഹീനമാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. ഈ അപ്പൻ ഈ മോനെ കണ്ടപ്പോ തന്നെ അപ്പന്റെ ജങ്ക് ചിലപ്പോ പടഞ്ഞു കാണാം, കണ്ണു നിറഞ്ഞു കാണാം. കണ്ടപ്പോ തന്നെ അപ്പൻ സ്തോത്രം ഹല്ലേലൂയ ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ വസ്ത്രം മാറ്റണം, ഇതല്ല എന്റെ മോൻ ധരിക്കേണ്ടത്, ഇതല്ല എന്റെ മോൻ ധരിക്കേണ്ടത്. മേൽത്തരമായ അങ്കി അവൻ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. മേൽത്തരമായ അങ്കി. ക്രൈസ്തവരോട് ചില പദവികളെയും ചില ഹല്ലേലൂയ ബഹുമാനത്തെ കാണിക്കുന്നതാണ് മേൽത്തരമായ അങ്കി എന്ന് പറയുന്നത്. പദവികളെ ബഹുമാനങ്ങളെ കാണിക്കുന്ന മേൽത്തരമായ അങ്കി കൊണ്ടുവരാൻ പറഞ്ഞു. മേൽത്തരമായ അങ്കി. ഒന്ന് ശ്രദ്ധിച്ച് ദൈവമക്കളെ, ക്രൈസ്തവരോട് എന്താണ് അതിനെ കാണിക്കുന്നത്? കാണിക്കുന്ന വേറൊന്നുമല്ല, നഷ്ടപ്പെട്ടതിനെ മടക്കി പ്രാപിക്കുക. ഈ വസ്ത്രത്തിന്റെ ഗുണമെന്ന് പറയുന്നത് നഷ്ടപ്പെട്ടതിനെ മടക്കി പ്രാപിക്കുന്ന അനുഭവമാണ്. നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തവൻ മടങ്ങി വന്നപ്പോൾ അവന് നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കി പ്രാപിച്ചതുപോലെ ഇന്ന് പകൽക്കാലം പരിശുദ്ധയാത്മാവ് ഇടപെടുന്നു. നിനക്ക് നഷ്ടപ്പെട്ടു പോയത് ഒന്നുപോലും കുറയാതെ മടക്കി തരുന്ന ഒരു വസ്ത്രമുണ്ട്. അതാണ് മേൽത്തരമായ വസ്ത്രം. വിശ്വസിക്കുന്നവരാമേൻ പറയട്ടെ. ഇന്ന് പകൽക്കാലം നീ വിശ്വാസത്തോടെ കുഞ്ഞെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിനക്ക് നഷ്ടപ്പെട്ടു പോയതിനെ എന്റെ ദൈവം മടക്കി തരുന്ന ഒരു അഭിഷേകത്തിന്റെ വസ്ത്രം ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചൊരിയാൻ ആഗ്രഹിക്കുന്നു. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്നവരെത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവരെത്ര പേരുണ്ട്? നഷ്ടപ്പെട്ടു പോയത് ദൈവം നിനക്ക് മടക്കി തരാൻ പോകുന്നു. നഷ്ടപ്പെട്ടു പോയത് ദൈവം നിനക്ക് മടക്കി തരാൻ പോകുന്നു. ഇന്ന് പകൽക്കാലം നീ ഉറപ്പുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു സ്വീകരിക്ക്. നഷ്ടപ്പെട്ടു പോയത് ദൈവം നിനക്ക് മടക്കി തരാൻ പോകുന്നു. ആ നഷ്ടങ്ങൾ ദൈവം നിന്റെ കണക്കി
തള്ളും. അത് നിന്റെ കണക്ക് ദൈവം വെക്കത്തില്ല. മറിച്ച് ദൈവം നിനക്ക് വേണ്ടി അല്ലെ നഷ്ടപ്പെട്ടു പോയതിന് ദൈവം നിനക്ക് മടക്കി തരാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ആത്മാവിലേറ്റെടുക്കട്ടെ, ആത്മാവിലേറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയത് ദൈവം നിനക്ക് മടക്കി തരും. ചിലതൊക്കെ നിന്റെ കയ്യില് കുറവ് കൊണ്ടായിരിക്കും നഷ്ടപ്പെട്ടത്. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ദൈവം അത് കണക്കിലെടുക്കാതെ, ദൈവം അത് കണക്കിലെടുക്കാതെ, എന്റെ ദൈവം അത് മനഃപൂർവമായി മറന്നു കളഞ്ഞിട്ട് എന്റെ ദൈവം നിനക്ക് ചിലത് ഒരുക്കി തരുമെന്ന് പരിശുദ്ധാത്മാവോട് പറയുന്നു. യെസ് 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 യെസ്. ആമേൻ 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 ആമേൻ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഉറപ്പുള്ളവർ ആമേൻ പറഞ്ഞ് സ്വീകരിക്കും. ചിലതൊന്നും ദൈവം കണക്കിലെടുക്കത്തില്ല. ചിലപ്പോ നമ്മുടെ കുറവ് കൊണ്ടായിരിക്കും ചിലതൊക്കെ നഷ്ടപ്പെട്ട്, നമ്മുടെ പോരായ്മ കൊണ്ടാ ചിലതൊക്കെ നഷ്ടപ്പെട്ട്, നമ്മുടെ ബുദ്ധിമോശം കൊണ്ടാ ചിലതൊക്കെ നഷ്ടപ്പെട്ട്. പക്ഷെ കർത്താവിനോട് ഇന്ന് പകലൊരു ദൂത് പറയുന്നു, ആ അപ്പൻ അത് കണക്കിലെടുക്കാതിരുന്ന പോലെ, ആ അപ്പൻ ആ മോനോട് ചോദിക്കാതിരുന്ന പോലെ, എന്ത് ചെയ്യടാ ഞാൻ നിനക്ക് തന്നത് അത് ആദ്യം വെക്കടാ എന്ന് പറയാതിരുന്ന പോലെ, നിന്റെ കുറവ് കൊണ്ടോ നിന്റെ ജീവിതത്തിലെ ബുദ്ധിമോശം കൊണ്ടോ നിനക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആത്മാ പറയുന്നു, ദൈവം അത് തിരിച്ചു നിന്നോട് ചോദിക്കത്തില്ല. ദൈവം അത് തിരിച്ചു നിന്നോട് ചോദിക്കത്തില്ല. അതിന്റെ പേരിൽ ദൈവം നിന്നെ കുറ്റം വിധിക്കത്തില്ല. അതിന്റെ പേരിൽ ദൈവം നിന്നെ കുറ്റം വിധിക്കത്തില്ല. നീ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, നീ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാൻ തയ്യാറാണെങ്കിൽ, നീ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നീ കരയാൻ ദൈവം അനുവദിക്കത്തില്ല. അതോർത്ത് ദൈവം നിന്നെ കുറ്റം വിധിക്കത്തില്ല. അതോർത്ത് ദൈവം നിന്നെ ചോദ്യം ചെയ്യത്തില്ല. മറിച്ച് ദൈവം ചിലത് നിനക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ്. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറയട്ടെ. മേൽത്തരമായ വസ്ത്രത്തിന്റെ വെളിപ്പാടാ ഞാൻ പറഞ്ഞത്. തീരുമാനം എടുത്താൽ മതി. നഷ്ടപ്പെട്ടു പോയെന്ന് നീ വിചാരിച്ചത് ദൈവം നിനക്ക് മടക്കിത്തരും, മടക്കിത്തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം മുൻപോട്ട് പോകുന്നല്ലോ. കുറെ വസ്ത്രങ്ങൾ കൂടി വെളിപ്പെടുത്താനുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഒരു വസ്ത്രം മാത്രം വായിക്കാം. കാരണം അത് അറിയാൻ, അതും ചിന്തിക്കേണ്ട ഒരു വസ്ത്രമാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 12-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 22:12. കല്യാണ വസ്ത്രമില്ലാതെ നീ അകത്തു വന്നത് എങ്ങനെയെന്ന്. വെളിപ്പാട് പുസ്തകം 19:7 ഒന്ന് വായിച്ചു. വെളിപ്പാട് 19:7. വെളിപ്പാട് 19:7. വെളിപ്പാട് പുസ്തകം 19:7. ആ സന്തോഷിച്ചുല്ലസിച്ചിട്ട് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കും. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ അതികൃപ ലഭിച്ചിരിക്കും. ഒരു രാജാവ് തന്റെ രാജകുമാരന് വേണ്ടി വിവാഹം നിശ്ചയിച്ചു. ആ വിവാഹം കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ആ ദേശത്തുള്ള സകല VIP-കളെയും വിളിച്ച് അവരുടെ സീറ്റ് റിസർവേഷൻ ചെയ്ത് റിസർവ് ചെയ്തിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് രാജാവിന്റെ പുത്രന്റെ കല്യാണത്തിന് വിളിച്ചവരാരും എന്ത് ചെയ്തില്ല, വന്നില്ല. വിളിച്ചവരാരും വന്നില്ല. വിളിച്ചവരാരും വരാതിരുന്നപ്പോൾ രാജാവ് പറഞ്ഞു, വഴിത്തലയ്ക്കലും ദരിദ്രരായവരും ഒന്നിനും കൊള്ളാത്തവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാം വിളിച്ചോണ്ട് വന്നപ്പോ പറഞ്ഞു, നിങ്ങൾ ഫ്രണ്ട് വാതിലൂടെ കയറാവുള്ളൂ. കാരണം അവിടെ
നിങ്ങളുടെ പേരെഴുതണം. നിങ്ങളുടെ പേര് അവിടെ എഴുതണം. നിങ്ങളുടെ പേരെഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വസ്ത്രം തരും. പേരെഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വസ്ത്രം തരും. അത് ധരിച്ചു വേണം നിങ്ങൾ കയറാൻ. ധരിച്ചു വേണം നിങ്ങൾ. ഇങ്ങനെ രാജാവ് കല്യാണ വിരുദ്ധശാലയെ വന്നു. അപ്പൊ എല്ലാരും നോക്കി, ഒരാൾക്ക് എന്തില്ല? കല്യാണ വസ്ത്രം ഇല്ല. കല്യാണ വസ്ത്രം അദ്ദേഹം കല്യാണ വസ്ത്രം ഇല്ലാതിരിക്കുക കഴിക്കാൻ. വെറുതെ വിളിച്ചു ആണെങ്കിലും പറഞ്ഞ കാര്യം അനുസരിക്കുന്നു. വേണ്ടേ? പറഞ്ഞ കാര്യം അനുസരിക്കും. കല്യാണ വസ്ത്രം ഇല്ല. ഉടനെ രാജാവ് ആ മനുഷ്യനെ വിളിച്ചു. കല്യാണ വസ്ത്രം എന്തിയെ? പിന്നെ കല്യാണ വസ്ത്രം എന്തിയെ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, എനിക്ക് കിട്ടിയില്ല. നിനക്ക് കിട്ടാതിരിക്കാനുള്ള കാരണം എന്നാ? നീ വരണ്ട വാതിലൂടെ അല്ല വന്നേ. നീ വരണ്ട വാതിലൂടെ അല്ല വന്നത്. നീ വരണ്ട വാതിലൂടെ വന്നിരുന്നെങ്കിൽ നിന്റെ പേരും അവിടെ കണ്ടേനെ. നിന്റെ പേരും അവിടെ കണ്ടേനെ. നിനക്ക് വസ്ത്രം കിട്ടിയേനെ. ആ ബുക്കിന്റെ ലിസ്റ്റ് ഇട്. പേര് നോക്ക്. നിന്റെ പേരുണ്ടോ? ഇല്ല. അപ്പൊ നീ നേരാമണ്ണ അതിനകത്ത് കയറിയവനല്ല. നീ വളഞ്ഞ വഴി കൂടി ഞാൻ തോന്നുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. അങ്ങനെ ഇത് വിശദീകരിച്ച് പ്രസംഗിക്കേണ്ടതാ. ഞാൻ പിന്നീട് ഒരിക്കലും വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ പ്രസംഗിക്കും. എന്തായാലും രാജാവ് പറഞ്ഞു, മോനെ കല്യാണ വസ്ത്രം ഇല്ല, ഒരു പ്രശ്നമുണ്ട്, ഇവിടെ കൂടാൻ പറ്റത്തില്ല. പുറത്ത് ഇരുട്ടും കരച്ചിലും പല്ലുകടിയുള്ള സ്ഥലമുണ്ട്, അങ്ങോട്ട് ഇവനെ ഷിഫ്റ്റ് ചെയ്തോളാം പറഞ്ഞു. അതിനെ കണക്ട് ചെയ്ത വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വായിച്ചത്. ഇതെന്തിനാ കാണിക്കുന്നേ? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിനൊക്കെ ഒരു കുറെ അർത്ഥങ്ങളുണ്ട്. ഫ്രണ്ട് വാതിൽ എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിലൂടെ വരാത്ത ഒരുവനും സ്വർഗത്തിൽ പ്രവേശിക്കും. മനസ്സിലായോ? ഈ ബുക്ക് എന്താ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഒരുത്തനും ഈ വസ്ത്രം കിട്ടത്തില്ല. ഇതിനകത്ത് പേരില്ലാത്ത ഒരുത്തനും ഈ വസ്ത്രം കിട്ടത്തില്ല. ഹല്ലേലൂയ. പല വിധത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഇനി ഈ വസ്ത്രത്തെ നമുക്കല്ലാതെ പഠിക്കുമ്പോൾ കാണാം, കാന്തയ്ക്ക് വേണ്ടി മണവാളൻ ഒരുക്കിയിരിക്കുന്ന വസ്ത്രം. മനസ്സിലായ? ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം. ഇതില്ലാതെ അകത്ത് കടക്കാൻ പറ്റത്തില്ല. രാമേന എത്ര പേര് പറഞ്ഞു. ഇനിയും മറ്റൊരു വ്യാഖ്യാനങ്ങളുണ്ട്. മറ്റൊരു വ്യാഖ്യാനവും ഇതിനെ നമുക്ക് വിശദീകരിക്കാം. സ്വന്തം ജനത്തിനു വേണ്ടി കല്യാണം ഒരുക്കിയതാണ് അല്ലേ? പക്ഷേ വഴിത്തലയ്ക്കലും ദരിദ്രന്മാരെയൊക്കെ വിളിച്ചു. മനസ്സിലായോ? അകത്തു വരാൻ യോഗ്യതയില്ലാത്ത നമ്മളെ, യോഗ്യതയുള്ളവർ അവനെ തള്ളിയപ്പോൾ നമുക്ക് അവസരം തന്നത് ദൈവത്തിന്റെ കൃപയത്രേ. ആമേൻ. വഴിത്തലയ്ക്കലും അവിടെ ഇവിടെ കുപ്പയിലൊക്കെ കിടന്ന നമ്മളാ. രാജാവ് പറഞ്ഞ ഒരു കാര്യം ചെയ്യ്, അവരെ വിളിച്ചോണ്ട് വരിക. അർഹതയില്ലാത്ത സ്ഥാനത്ത് പറയുമ്പോ അങ്ങ് പാരമ്പര്യം പറയല്ലേ, എന്റെ അച്ഛൻ്റെ അച്ഛൻ അങ്ങ് വലിയ ആളായിരുന്നു. എവിടെ? പോയി ബൈബിള് പഠിക്കടേ. പോയി ബൈബിള് പഠിക്കും. പോ. സ്തോത്രം. പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ പോയി ബൈബിള് പഠിക്കും. നിങ്ങള് മനസ്സിലാക്കണം, രണ്ട് ജാതിയുണ്ട്.
എത്ര ജാതിയുണ്ട്? രണ്ട് ജാതിയുള്ളൂ. ഒന്ന് യഹൂദ ജാതി, രണ്ട് വെറും ജാതി. സ്വതന്ത്രം. രണ്ട് ജാതിയുള്ളൂ. ഒന്ന് യഹൂദ ജാതി, അവകാശപ്പെടാനുള്ള ഒരു ജാതിയാണ് യഹൂദ ജാതി. അവർക്ക് അവകാശപ്പെടാനുണ്ട് ഒരു ജാതി. ബാക്കിയുള്ളവരെല്ലാം ഒറ്റ ജാതിപ്പെടുന്നവരാണ് ബാക്കിയുള്ളവർ. അതുകൊണ്ട് മേല ജാതി പറഞ്ഞു, മേല മതം പറഞ്ഞു. ജാതിയും മതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ വിശ്വാസികൾ ഇപ്പോഴും പറയുന്നു. വിവരം വിദ്യാഭ്യാസവും ബൈബിളിനെ കുറിച്ച് അറിവുള്ളവനാണെങ്കിൽ ശരിക്കും നിന്നോട് തിരിച്ചു പറയും. അത് കേട്ടിട്ട് മിണ്ടാതെ പോരേണ്ടി വരും. അതിന് അവസരം ഒരുക്കി കൊടുക്കും. അതുകൊണ്ടാ പറയുന്നത് ജാതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവമക്കൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അവനൊരു ജാതിയിലാവിടും. വെളുത്തവനായാലും കറുത്തവനായാലും ഒരു ജാതിയിലാവിടും. നടിച്ചുവർ നിന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ യേശു ക്രിസ്തു തന്റെ മരണത്താൽ പുതിയ നിയമം സ്ഥാപിക്കപ്പെട്ടതോടുകൂടി അത് ഇടിഞ്ഞു തകർന്നു. കർത്താവ് ഇടിച്ചതിനെ ഒരാൾക്കും കെട്ടാൻ പറ്റത്തില്ല. ശ്രമിക്കണ്ട, നടക്കത്തില്ല. തിരശീല കീറിയ തിരശീല പോയിട്ട് പള്ളി ഊരിപ്പോ ഉണ്ടെന്നില്ലല്ലോ. സ്തോത്രം. കീറിയിട്ട് ശരിയായില്ലെങ്കിൽ കർത്താവ് പിടി, ഉറപ്പാണ്. ഹലോ, കീറിയിട്ട് നിങ്ങൾ ശരിയാകുന്നില്ലെങ്കിൽ കർത്താവ് പറയാ എന്നാ ഇനി അത് വേണ്ട, ഇടിച്ചേക്കാം. രാമൻ പറയുന്നത് എടാ കീറിയിട്ട് ഇവനിത് വിടുന്നില്ലല്ലോ, എന്നാ ഇടിച്ച് പൊളിച്ചേക്കാം. സ്തോത്രം. വേണ്ട. യഹൂദന്മാർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായി. പക്ഷെ സ്വർഗത്തിലെ എന്റെ നല്ല കർത്താവ് അതിനെ ഇടിച്ച് തകർത്ത് പൊളിച്ചു കിടന്നു. അന്ന് ടോറാക്ക പ്രഖ്യാപിച്ചു, ക്രിസ്തുവിലാണോ പുതിയ സൃഷ്ടി, ക്രിസ്തുവിലാണോ പുതിയ സൃഷ്ടി. ക്രിസ്തുവിലുള്ളവരെല്ലാം ഒരു ശരീരത്തിലെ അവയവങ്ങൾ അത്രേ. ആമേൻ, ആമേൻ. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നിറമോ പണമോ പറയുമ്പോ ഓർത്തോണം, നിന്റെ കണ്ണ് നിന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ കിഡ്നി നിന്റെ ശരീരത്തിന് പുറത്ത് വേറെ എവിടെയെങ്കിലും ആണോ നീ ഓർത്തോണം. ഈ കണ്ണിരിക്കുന്ന ശരീരത്ത് തന്നെയല്ലേ നിന്റെ കിഡ്നി ഇരിക്കുന്നത്. എന്നാ വേണ്ടത്? ഞാനതാ പറഞ്ഞത്, ദൂത് മൊത്തം വേറെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാനിപ്പോ നിർത്താൻ പോവാ. കണ്ണിരിക്കുന്ന ശരീരത്ത് തന്നെയല്ലേ കിഡ്നി ഇരിക്കുന്നേ. കണ്ണിരിക്കുന്ന ശരീരത്ത് തന്നെയല്ലേ ചെവി ഇരിക്കുന്നേ. കണ്ണിരിക്കുന്ന ശരീരത്ത് തന്നെയല്ലേ കൈ ഇരിക്കുന്നേ. ഇതിന് വല്ല മാറ്റമുണ്ടോ? മാറ്റമുണ്ടോ? പിന്നെ എന്തിനാണിത് പറയുന്നത്? എന്തിനാണിത് പറയുന്നത്? മാനസാന്തരപ്പെട്. ഒന്നെങ്കിൽ നീ ഇത് പറഞ്ഞോണ്ട് ജീവിച്ചോണം. പക്ഷേ കർത്താവിന്റെ കൂട്ടത്തിൽ കയറല്ലേ, കർത്താവിന്റെ ഗ്രൂപ്പിൽ കയറല്ലേ. കർത്താവിന്റെ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ ഇതും പറഞ്ഞുകൊണ്ട് നടന്നോണം. അല്ലെങ്കിൽ ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് നീ കർത്താവിനോട് ചേർന്ന് നിന്നോണം. സ്തോത്രം, സ്തോത്രം. ഒരുവൻ ഹിന്ദുവിൽ നിന്ന് വന്നാലും ഒരുവൻ മുസ്ലിമിൽ നിന്ന് വന്നാലും, ഒരുവന്റെ നിറം കറുപ്പാണെങ്കിലും ഒരുവന്റെ നിറം വെളുപ്പാണെങ്കിലും, ഒരുവന് പണമുണ്ടെങ്കിലും ഒരുവന് പണമില്ലെങ്കിലും നീ ചിന്തിച്ചോണം, അതെന്റെ സഹോദരനാണ്, അതെന്റെ സഹോദരിയാണ്. മനസ്സിലായോ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്കറിയാം, ഇന്ത്യന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞേ ഉള്ളൂ. അതൊന്നും ഇവിടെ ഇല്ല. കാരണം സഹോദരിമാർക്ക് വിശ്വാസത്തോടെ നടക്കാൻ പറ്റാത്തൊരു രാജ്യം ഉണ്ട്, അതേതാ? ഇന്ത്യ. ഈ പ്രതിജ്ഞ കൂടിപ്പോയി പറഞ്ഞവരാണ് ഇതെല്ലാം ഇപ്പൊ ഒപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സഹോദരിമാർക്ക് അങ്ങോട്ടൊന്നും മര്യാദയ്ക്ക് പോകാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ 4 മണി കഴിഞ്ഞ് വന്നില്ലെങ്കിൽ അമ്മമാർക്ക് എന്താ ടെൻഷനാ. ഇത്രയും ഭയത്തോടെ ജീവിക്കുന്ന വേറൊരു രാജ്യം. പക്ഷേ ബൈബിൾ ചുമക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്നേഹം സത്യമായിരിക്കണം. നമ്മുടെ സ്നേഹം സത്യമായിരിക്കണം. നമ്മുടെ സ്നേഹം സത്യമായിരിക്കണം.
ഹല്ലേലൂയ. നമ്മളെല്ലാം ഒരു രക്തത്തിന്റെ അവകാശികളാന്ന് മറക്കരുത്, മറന്ന് ജീവിക്കരുത്. ആമേൻ. ഹല്ലേലൂയ. വേറൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയെങ്കിലും വേണം. വേറൊന്നും പറ്റിയില്ലെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയെങ്കിലും വേണം. സ്തോത്രം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കേണ്ടവരിനകത്തുണ്ട്. ഇത് കേൾക്കേണ്ടവരെ ചിലര് പിന്നീട് യൂട്യൂബിൽ ഇത് കേൾക്കും എന്നെനിക്ക് ഉറപ്പ്. അല്ലാതെ വെറുതെ പരിശുദ്ധാത്മാവ് ഇത് പറയിപ്പിക്കില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, കർത്താവ് നിന്നോടൊന്നും കണക്കിടത്തില്ല, പക്ഷേ നീ മനം തിരിഞ്ഞു മടങ്ങി വരണം. 2, എവിടെയോ കിടന്ന നമ്മളെ, പുറംജാതികളായി കിടന്ന നമ്മളെ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന ഒരു പിതാവുണ്ട്. ഒരു പിതാവുണ്ട്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ആ പിതാവിന്റെ സ്നേഹമാണ് പുത്രനെ നമുക്ക് തരാൻ മനസ്സ് കാണിച്ചത്. ആ പിതാവ് നമ്മളോട് കാണിച്ച സ്നേഹം, സ്വന്തം പുത്രനെ തരാൻ മനസ്സ് കാണിച്ചത് അല്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹം മറക്കരുത്. പിതാവിന്റെ സ്നേഹം പുത്രന്റെ സ്നേഹമായിരിക്കണം നമ്മുടെ അകത്തും വസിക്കുവാൻ, നമ്മുടെ അകത്തും ഉണ്ടാകുവാൻ. പ്രസംഗിച്ചാ പോരാ, പ്രാർത്ഥിച്ചാ പോരാ, ഉപവസിച്ചാ പോരാ, മീറ്റിങ്ങുകൾ നടത്തിയാ പോരാ, കുറച്ച് പൈസ കൊടുത്താൽ പോരാ, കുറച്ച് പൈസ വാങ്ങിച്ചാലും പോരാ. ക്രിസ്തു പിതാവിന്റെ സ്നേഹവും പുത്രന്റെ സ്നേഹവും ഒക്കെ നമ്മുടെ അകത്ത് വെളിപ്പെടണം. പിതാവ് എങ്ങനെയാ സ്നേഹിച്ചേ? സ്വന്തം പുത്രനെ തന്നു സ്നേഹിച്ചു. സ്വന്തം പുത്രനെ തന്നു സ്നേഹിച്ചു. പുത്രൻ എങ്ങനെയാ സ്നേഹിച്ചേ? സ്വന്തം ജീവൻ തന്നു സ്നേഹിച്ചു. അല്ലേ? പിതാവ് സ്വന്തം പുത്രനെ തന്നു സ്നേഹിച്ചു, പുത്രൻ സ്വന്തം ജീവൻ തന്നു സ്നേഹിച്ചു. നമ്മൾ എങ്ങനെയാ സ്നേഹിക്കുന്നത്? മറ്റുള്ളവരുടെ ജീവൻ എടുത്തുകൊണ്ട് നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമായി ഇങ്ങനെ, സ്തോത്രം, ചൂടിന്റെ ഒന്നും അല്ല, ആത്മാവ് ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. ചില വർഷങ്ങൾ പുറകിൽ എന്റെ പ്രസംഗം കേട്ടവർക്കറിയാം ഞാൻ എങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നതെന്ന്. ആ പ്രസംഗമായിരുന്നെങ്കിൽ ഒട്ടും ആളും എത്തിയത്തില്ല, ഇവിടെ വരത്തുമില്ല, തൂങ്ങി ജോയിൻ ചെയ്യത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ നിങ്ങളോട് പറയാം, കള്ളത്തരം കാണിച്ച് ഇതിനകത്തോട്ട് കയറിയതുപോലെ നിത്യത പോകാമെന്ന് വിചാരിക്കണം. കള്ളത്തരം കാണിച്ച് ഇതിനകത്ത് നിൽക്കുന്നത് പോലെ കല്യാണ വീട്ടിലേക്ക് കയറാമെന്ന് വിചാരിക്കണ്ട. നടക്കത്തില്ല. ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടാനുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോ, മടങ്ങി വരാനുണ്ടെങ്കിൽ മടങ്ങി വന്നോ, ക്രമീകരിക്കാനുണ്ടെങ്കിൽ ക്രമീകരിച്ചോ, തിരിഞ്ഞു നോക്കാനുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കിക്കോ, തീരുമാനമെടുക്കാനുണ്ടെങ്കിൽ തീരുമാനം എടുത്തോ. ഇന്ന് പകൽ ഹല്ലേലൂയ, നമ്മളെ സ്നേഹിക്കുന്ന നല്ല കർത്താവ് ഇന്ന് പകൽ എന്നോട് ഇടപെടുകയാ. വലിയൊരു പദവിക്ക് വേണ്ടി നമ്മളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. തന്റെ കാന്തെ ഒരുക്കുന്ന വലിയൊരു പദവിക്ക് വേണ്ടി, വലിയൊരു കല്യാണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞ നമ്മുടെ വിവാഹത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ ദൈവസന്നിധി പ്രാർത്ഥിക്കുക, തീരുമാനമെടുക്കുക. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ കടന്ന് കരഞ്ഞിട്ടോ നിലപിടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ആ ഡോർ ഒരിക്കൽ അടച്ചാൽ പിന്നെ തുറക്കുന്നത് കർത്താവിന്റെ രാജകീയ ഭരണകാലഘട്ടം വെളിപ്പെടുന്ന സമയത്തായിരിക്കും. 7 വർഷത്തിന് ശേഷം പിന്നെ ആ ഡോറ് തുറക്കുന്നു. ആ ഡോറ് തുറന്ന് കർത്താവ് ഇവിടെ ഭരണം നടത്താൻ വരുമ്പോൾ അത് വരുന്നത് ഹല്ലേലൂയ നിനക്ക് വേണ്ടിയാന്ന് വിചാരിക്കല്, നിനക്ക് വേണ്ടിയല്ല. അന്നെടുക്കപ്പെടാതിരിക്കുന്ന യഹൂദന്മാര് ദൈവത്തിന്റെ സ്വന്തം ജനം ഇവിടെ കാണും. അവർക്ക് വേണ്ടിയിട്ടാണ് ദൈവം വരുന്നത്. അത് വരുന്നത് വേറെ ആരുമായിട്ടല്ല, ആദ്യം എടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭയുമായിട്ടാണ് കർത്താവ് രണ്ടാമത് ഈ ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്നത്. അവിടെ വെച്ച് ഹല്ലേലൂയ കർത്താവ് നിന്നെ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്ന ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള പഠിപ്പീർ ആരെങ്കിലും കേട്ട് വിശ്വസിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. രണ്ടാമതൊരു ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കേണ്ടില്ല.
കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുന്നത് ആരോ അവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പ്രസംഗിച്ച രണ്ടാമത്തെ വസ്ത്രം കല്യാണ വസ്ത്രവും. കല്യാണ വസ്ത്രം, കല്യാണ വസ്ത്രം. ഹല്ലേലൂയ. മണവാട്ടിക്ക് വേണ്ടി മണവാളൻ ഒരുക്കുക ചിലത്. ഇന്ന് പകൽക്കാലം നീ പൂർണ്ണമായിട്ട് വിശ്വസിക്കേ. കാഹളം ധ്വനിക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് പറക്കും. പറക്കണമെങ്കിൽ ഈ വസ്ത്രം നിന്റെ അകത്തുണ്ടാവണം. ഈ വസ്ത്രം നീ ധരിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവ് നിന്നെ ഒരുക്കാൻ വേണ്ടി നീ ഇരുന്നു കൊടുക്ക. പരിശുദ്ധാത്മാവ് നിന്നെ പ്രിപ്പയർ ചെയ്യാൻ നീ ഇരുന്നു കൊടുക്ക. നീ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ. എന്നോട് ദൈവാത്മാവ് അത് ശക്തമായിട്ട് പറയാൻ പറയും. എപ്പോഴും ബന്ധന കഴിഞ്ഞ് കെട്ടും പൊട്ടി അന്യഭാഷ പറഞ്ഞ് ആരാച്ചിരിക്കല്ലേ. ഇതും വേണം. കേക്ക് 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 കേൾക്ക്. ഇന്ന് പകൽക്കാലം തീരുമാനമെട്. കർത്താവേ, ഞാൻ മാനസാന്തരപ്പെടുന്നു, ഞാൻ തിരിഞ്ഞു നോക്കുന്നു, ഞാൻ മടങ്ങി വരുന്നു. ദൈവം എന്നെ സഹായിക്കണമേ, ദൈവം എന്നോട് ഇടപെടണമേ. എനിക്ക് വേറൊന്നും വേണ്ട. എനിക്ക് ആ കല്യാണപ്പുരയിൽ കയറണം, എനിക്ക് ആ കല്യാണ വീട്ടിൽ കയറണം. എന്റെ മണവാളന് ഒത്തു എനിക്ക് ആ വിവാഹം നടക്കണം. ക്രൈസ്തലോട് എന്നെ ഹല്ലേലൂയ അതിനായി ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ ദൈവം നിന്നെ മാനിക്കും. പക്ഷേ നിന്റെ ജീവിതത്തിൽ, നിന്റെ ക്യാരക്ടറിൽ മാറ്റേണ്ടതെല്ലാം മാറ്റണം. എല്ലാം മാറ്റണം, എല്ലാം മാറ്റണം, എല്ലാം മാറ്റണം. മാറ്റണമെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റണം, മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റിയിരിക്കണം. ഇല്ലെങ്കിൽ നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. വിശ്വസിക്കുക, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഒരർഹതയില്ലാത്ത സ്ഥാനത്താണ് ദൈവം നമ്മളെ ഇതിനകത്ത് കൊണ്ടുവന്നത്. നമ്മൾ ആരും വലിയ പുള്ളി കളിക്കണ്ട, ആരും വലിയ ആട് കളിക്കണ്ട, ആരും വലിയ ആട് കളിക്കണ്ട. പ്രസംഗിക്കുന്ന ഞാനാണെങ്കിലും പ്രസംഗിക്കുന്ന നിങ്ങളാണെങ്കിലും ആർക്കും വലിയ ആട് കളിക്കാനുള്ള അവകാശം ഇല്ല, അവകാശം ഇല്ല. കാരണം ഒരർഹതയില്ലാത്ത സ്ഥാനത്ത് ഒന്നിനും കൊള്ളാതെ കിടന്ന് നമ്മളെ ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ കൃപ, അത്രേ ഉള്ളൂ. അതാ പൗലോസ് പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ എന്താകുന്നുവോ അത് ദൈവ കൃപയാലത്രേ. കൃപയാണ്. എത്രയോ സഭകൾ പണിതു, മൂന്നാം സ്വർഗത്തോളം വരെ എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ ദർശനങ്ങളെ പ്രാപിച്ചു, ദൈവത്തിനു വേണ്ടി എത്ര ആത്മാക്കളെ നേടി. ആ മനുഷ്യൻ പറയാ, ഞാൻ എന്താകുന്നോ അത് കൃപയാണ്. കൃപ, കൃപ, കൃപ എന്ന് വെച്ച് എന്റെ കഴിവല്ല, എന്റെ മിടുക്കല്ല, എന്റെ പ്രാപ്തിയല്ല, എന്റെ പുണ്യപ്രവർത്തികൾ ഒന്നുമല്ല. അല്ലെങ്കിൽ അറിയിക്കാത്ത സ്ഥാനത്ത് എന്റെ ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ കൃപയത്രേ. പുകഴാനോ പ്രശംസിക്കാനോ ഞാനെന്ന ഭാവം കാണിക്കാനോ എനിക്കൊന്നുമേ ഇല്ല. എല്ലാം ദൈവത്തിന്റെ കൃപ. ആ പൗലോസ് അത് പറഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ ആർക്കാണ് അത് പറയാൻ മടി? ഇവിടെ ആർക്കാ പറയാൻ മടി? ആർക്ക്? പരിശുദ്ധാത്മാ പറയുന്നു, വലിയ ആള് കളിക്കരുത്, വലിയ ആള് കളിക്കരുത്. സ്തോത്രം. വലിയ ആള് കളിക്കാൻ നമുക്ക് ഒരവകാശവും അധികാരവും ഇല്ല. ആമേ. ചില ചർച്ചയ്ക്ക് കാണത്തില്ലേ വലിയ ആള് കളിക്കുന്നേ? ചോദിച്ചു കഴിയുമ്പോൾ പറയും, എന്റെ അപ്പനാ ഇത് കൊടുത്തത്, ഞങ്ങളാ ഇതിന് കൂടുതൽ ഫണ്ട് ഇറക്കിയത്. അവിടെ കിടന്ന ആള് കളിക്കാം, പക്ഷെങ്കിൽ മേപ്പോട്ട് പോകുന്നിടത്ത് ആള് കളിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം, സ്തോത്രം. ആർക്കും ആള് കളിക്കാൻ പറ്റത്തില്ല. കാരണം നീ വന്നത് ദൈവത്തിന്റെ കൃപയാ. നീ ഇതിന്റെ അകത്ത് വന്നത് ദൈവത്തിന്റെ കൃപയാ. അല്ലെങ്കിൽ ആ ഒരു കണ്ണും കാണാതെ കിടന്ന സ്ഥാനത്ത് നിന്നെ തേടി വന്ന ഇടയനുണ്ടല്ലോ, നിന്നെ ഇതിന്റെ അകത്ത് കൊണ്ടുവന്ന കൃപയാ. ഇതിന്റെ അകത്ത് വന്നത് കൊണ്ടാ നീ എങ്ങനെങ്കിലും ഇരിക്കുന്നത്. ഇതിന്റെ അകത്ത് വന്നത് കൊണ്ടാ ഇങ്ങനെങ്കിലും ഇരിക്കുന്നത്. ഇതിന്റെ അകത്ത് വന്നില്ലായിരുന്ന ഇങ്ങനെ പോലും കാണത്തില്ല. ബുദ്ധിമുട്ടുണ്ട്, കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, സാരമില്ല. യേശുക്രിസ്തു എന്താ പറഞ്ഞ? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. എന്നിട്ട് ഇതിന്റെ പേരില്ല കർത്താവിനെ ഏറ്റവും കൂടുതൽ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? കുറെ കഷ്ടം തന്ന് ഇങ്ങനെ ഇരുത്തിയിരിക്കും. പക്ഷെ പ്രാർത്ഥിക്കുമ്പോ എന്താ പ്രാർത്ഥിക്കുന്നത്? ലോകത്തെ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ
ഇതാ പറഞ്ഞ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഈ ഘട്ടത്തിന്റെ പേരില്ല കർത്താവിനെ ബുദ്ധിമുട്ടി. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല, കർത്താവിനെ അങ്ങ് അസംഖ്യപ്പെടുത്തുക. എന്നാ ദൈവ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ലല്ലോ, മറുപടി ഒന്നും തരുന്നില്ലല്ലോ, എന്നാ കഷ്ടം ഇത്. കഷ്ടത്തിൽ നിന്ന് കഷ്ടം, ഇസ്രായേൽ ജനം പറഞ്ഞതുപോലെ ഈ കഷ്ടത്തിൽ നിന്നും കയ്പിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി. ലോകത്തിൽ എന്തുണ്ട്? കഷ്ടം ഉണ്ട്, ലോകത്തിൽ കഷ്ടമുണ്ട്. പക്ഷെ ദൈവം പറയാ, കർത്താവ് പറയാ, എങ്കിലും. ഇതേ ഒരു പ്രവാചകൻ പറഞ്ഞതല്ല, ഒരു അപ്പോസ്തലൻ പറഞ്ഞതല്ല, ഒരു ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞതല്ല, മറിച്ച് യേശു ക്രിസ്തു പറഞ്ഞതാണ്. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഈ കഷ്ടം എന്നും നിങ്ങളെ പരാജയപ്പെടുത്തത്തില്ല. എന്താ അതിന്റെ അർത്ഥം? ഈ കഷ്ടം എന്നും നിങ്ങളെ ദുഃഖം അനുഭവിക്കത്തില്ല. ഈ കഷ്ടം എന്നും നിങ്ങളെ പീഡിപ്പിക്കത്തില്ല. ഈ കഷ്ടം എന്നും നിങ്ങളെ കഷ്ടപ്പെടുത്തത്തില്ല. കാരണം ഞാൻ ജയിച്ചവനായതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ കഷ്ടത്തിൽ നിന്നും നിങ്ങളെ ഞാൻ ഉദ്ധരിക്കും, നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. കാരണം ഞാൻ ജയിച്ചവനാണ്. അതുകൊണ്ട് വിശ്വസിക്ക്, ദൈവസന്നിധിയിൽ അടുത്തുവാ, ദൈവസന്നിധിയിൽ അടുത്തുവാ. കണ്ണുകൾ അടച്ചാട്ടെ, കണ്ണുകൾ അടച്ചാട്ടെ, കണ്ണുകൾ അടച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ അടച്ചാട്ടെ. ഓ താങ്ക് യു ലോർഡ്. യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ച്, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ ആരോടും പേഴ്സണലി ദൂതൊന്നും പറയുന്നില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു. നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൊടുത്തേ. കർത്താവേ, എന്റെ പോരായ്മ കൊണ്ടും എന്റെ ബുദ്ധിമോശം കൊണ്ടും പലതും സംഭവിച്ചിട്ടുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു, ഞാനത് ഏറ്റെടുക്കുന്നു. ഇന്ന് ഒരു മടങ്ങി വരവ്, ഒരു തിരിച്ചു വരവ് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, എവിടെയെങ്കിലും എന്റെ ജീവിതത്തിൽ കുറവുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മനുഷ്യനാണ്, എനിക്ക് കുറവുണ്ട്. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു. എന്റെ കുറവ് എന്റെ വിടുതലിന് തടസ്സമാകരുത്. എന്റെ ബലഹീനത എന്റെ വിടുതലിന് തടസ്സമാകരുത്. ഞാൻ മടങ്ങി വരുന്നു. പ്രാർത്ഥിച്ച എല്ലാവരും ഹൃദയം പകരാൻ ഒരു 5 മിനിറ്റ് ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരിക, നിങ്ങളുടെ മനസ്സ് പകരാൻ. ശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധി പകരാൻ ഞാൻ തരിക. പകരാൻ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ഹൃദയം കർത്താവിന്റെ സന്നിധി പകരാൻ ഞാൻ നിങ്ങൾക്ക് തരിക. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം പകരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. അതിലും വലുത് ദൈവം ഒരുക്കുന്നുണ്ട്, അതിലും വലുത് ദൈവം നിങ്ങൾക്ക് ഒരുക്കുന്നുണ്ട്. പക്ഷേ തീരുമാനമാണ് മുഖ്യം. ഇന്ന് പകൽ നിന്റെ തീരുമാനമാണ് മുഖ്യം. ഇന്ന് പകൽ നിന്റെ തീരുമാനമാണ് മുഖ്യം. ഇന്ന് പകൽ നിന്റെ തീരുമാനമാണ് മുഖ്യം. കാരണം യേശു നോക്കുന്നത്, അപ്പം നോക്കുന്നത് കൂടെയുള്ള മക്കളെ അല്ല. യേശു നോക്കുന്നത് അപ്പം നോക്കിയത് കൂടെയുള്ള മകനെ അല്ല. യേശു നോക്കിയത് അപ്പം നോക്കിയത് കൂടെയുള്ള ജോലിക്കാരെ അല്ല. യേശു നോക്കിയത് അപ്പം നോക്കിയത് ഫെലോഷിപ്പ് അല്ല. യേശു നോക്കിയത് അപ്പം നോക്കിയത് നഷ്ടപ്പെട്ടു പോയ, ഒറ്റപ്പെട്ടു പോയ, തനിച്ചാക്കപ്പെട്ടു പോയ ആ മകനെയാണ് നോക്കിയത്. അങ്ങനെയൊക്കെ തീരുമാനമെടുക്ക്. കർത്താവേ, ഞാൻ ഇന്ന് മടങ്ങി വരിക, ഞാൻ ഇന്ന് മടങ്ങി വരിക. സുബോധമില്ലാത്തവന്റെ അടുത്ത് യേശു ചെന്നു. സുബോധമുള്ളവന്റെ അടുത്ത് യേശു വരത്തില്ല. നീ യേശുവിന്റെ അടുത്ത് വരണം. നീ യേശുവിന്റെ അടുത്ത് മനം തിരിഞ്ഞു വരണം. നീ യേശുവിന്റെ അടുത്ത് മനം തിരിഞ്ഞു വരണം. സുബോധമുള്ളവന്റെ അടുത്ത്, സുബോധമില്ലാത്തവന്റെ അടുത്ത് യേശു ചെന്നു. പക്ഷെങ്കിൽ നിന്റെ അടുത്ത് യേശു വരണമെങ്കിൽ നീ യേശുവിലേക്ക് വാ. നീ യേശുവിലേക്ക് വാ. ഒരിക്കൽ യേശു നിന്റെ അടുത്ത് വന്നതാ, പിന്നെ നീ മാറിപ്പോയി. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, സുബോധമുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിലേക്ക് വാ. കുറവുകളെല്ലാം ഏറ്റുപറ, ബലഹീനതകളെല്ലാം ഏറ്റുപറ. കരഞ്ഞോ, നോ പ്രോബ്ലം. വചനം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊള്ളിപ്പിക്കുന്നുണ്ടെങ്കിൽ, കുറ്റബോധമുണ്ടെങ്കിൽ, വേദനയുണ്ടെങ്കിൽ, ഭാരമുണ്ടെങ്കിൽ കരഞ്ഞോ, സാരമില്ല.
ചില കണ്ണുനീരായിരിക്കും വിടുതൽ. തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നതും പേര് വിളിച്ച് പ്രവചിക്കുന്നതും ദൂത് പറയുന്നതിനെക്കാട്ടിലും ഒക്കെ നല്ലത് ഇന്ന് പകൽ ചിലപ്പോൾ കരയുമ്പോഴായിരിക്കും വിടുതൽ. തീരുമാനമെടുക്കുമ്പോഴായിരിക്കും വിടുതൽ. കരയുമ്പോഴായിരിക്കും വിടുതൽ. പരിശുദ്ധാത്മാവ് ഇടപെടുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ സങ്കടവും നിന്റെ ഭാരവും നിന്റെ പ്രയാസവും നിന്റെ വേദനയും നിന്റെ ദുഃഖവും എല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയാം, എന്റെ കുറവ് ഇനി തടസ്സമാകരുത്, എന്റെ ബലഹീനത ഇനി തടസ്സമാകരുത്, എന്റെ തെറ്റുകുറ്റം ഇനി തടസ്സമാകരുത്, എന്റെ പോരായ്മ ഇനി തടസ്സമാകരുത്, എന്റെ വീഴ്ച ഇനി തടസ്സമാകരുത്, എന്റെ കണ്ണുനീർ ഇനി തടസ്സമാകരുത്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നത്. പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അടച്ചാട്ടെല്ലാവരും സമർപ്പിച്ചാട്ടെല്ലാവരും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവ്, ഇന്ന് പകൽ ഈ തല വണങ്ങിയിരിക്കുന്ന എല്ലാ ദൈവം, ദൂരത്തും ചാരത്തും ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം എത്രത്തോളം ഞങ്ങളുടെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച ദൈവത്തോട് സാന്നിധ്യത്തിൽ എല്ലാവരും അടുത്ത ബുധനാഴ്ച ദൈവം അനുവദിച്ച മീറ്റിംഗ് ഉണ്ട്. ദൈവം അതെല്ലാം പ്രത്യേകിച്ച് പിരിയാത്ത ദൈവകൃപയിൽ എല്ലാവരെയും മറയ്ക്കണം, സാന്നിധ്യം കൊണ്ട് സൂക്ഷിക്കും. ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കും. ആ മകൻ മനം തിരിഞ്ഞു മടങ്ങി വന്ന പോലെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ വരുത്തണം. മനം തിരിഞ്ഞു മടങ്ങി വരാൻ ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങളതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കും. ഞങ്ങളുടെ തീരുമാനം തെറ്റിപ്പോകരുത്. ഇനിയും ഞങ്ങളുടെ പല തീരുമാനവും തെറ്റിപ്പോയിട്ടുണ്ട്, പല ബുദ്ധിമോശം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇനി ഞങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റാൻ ദൈവം അനുവദിക്കരുത്. തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് ജീവിക്കാനുള്ള ദൈവത്തിന്റെ കൃപ സ്വർഗം ഞങ്ങളുടെ മേൽ ചൊരിയണം. സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ദൈവ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവരുടെ മുറിവുകളെ കെട്ടി ഒറ്റപ്പെടലിനെ കർത്താവ് മാറ്റി, തനിച്ചാക്കപ്പെടുന്ന അനുഭവങ്ങളെ മാറ്റി ദൈവം അവർക്കെല്ലാം ഒരു മടങ്ങി വരവ് കൊടുത്തു. നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കി പ്രാപിക്കത്തക്കവണ്ണം പരിശുദ്ധയാത്മാവ് അവരെ സഹായിക്കേണ്ടതിന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. മണവാളൻ മണവാട്ടി ഒരുങ്ങുന്നത് പോലെ ഈ ദിവസങ്ങളിൽ ഒരുങ്ങാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തരണം. അക്ഷയമായി കാഹളം ധ്വനിക്കും. ഞങ്ങൾക്കറിയാം, കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ ദൈവം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളുടെ ബലഹീനതകളെല്ലാം ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവ് ഞങ്ങളെ ശുദ്ധീകരിക്കണം. ഇത്രത്തോളം അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി, മഹത്വം അങ്ങേക്ക് എല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. പിതാവാകും ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകും യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, കാവൽ, കൂട്ടായ്മ നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇന്ന് കേൾക്കപ്പെട്ട ദൈവവചന ചിന്തയുടെ മേലും നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയെടുക്കേണ്ടതിനും തുടർന്നുള്ള നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷ പ്രാർത്ഥനാ വിഷയങ്ങളും ലോകത്തെമ്പാടുമുള്ള വിശുദ്ധന്മാരുടെ മേലും കർത്താവിന്റെ മേഘപ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഈ പകൽ ജയം തന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരണം. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.